മായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയാണ് വിശുദ്ധമാവുന്ന ഈ പ്രസ്ഥാനമാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പിന്നിലെല്ലാവരും അടിയുറച്ച് നിൽക്കണം. അതിൻ്റെ എല്ലാ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലക്കുള്ള വിജയത്തിനെയും പ്രധാനം നൽകട്ടെ. എല്ലാ ശത്രുക്കളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നേരത്തെ പ്രഖ്യാപിച്ച സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഖാദി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലയിലേക്ക് സിറ്റി SYSൻ്റെ ഉപഹാരമാണ് ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുന്നത്. ഉസ്താദുമാരുടെയും സയ്യിദുമാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഉപഹാരം സമർപ്പിക്കുന്നത് SYS സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങളും ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിൻ്റെ ദീർഘകാലം ഈ സിറ്റിക്ക് നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PK മാനു സാഹിബും രണ്ടുപേരും ചേർന്നാണ് ബഹുമാന്യനായ ജമലുല്ലൈലി തങ്ങൾക്ക് ഈ ഉപഹാരം സമർപ്പിക്കുന്നത്. ഇരുവരെയും തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, 3 വിഷയാധിഷ്ഠിത പ്രഭാഷണമാണ് വേദിയിൽ ഇനി നടക്കേണ്ടത്. മൗലിദ് പ്രമാണങ്ങളിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉസ്താദ് റഹ്മത്തുള്ള ഖാസ്മി മൂത്തേടം നമ്മോട് സംസാരിക്കുന്നു. അതിന് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും പോട്ടെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى آله وصحبه وسلم تسليما سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള അധ്യക്ഷരെ, എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതന്മാരെ, സഹപ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ശ്രോതാക്കളെ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വിഷയാവതരണം നടത്താനാണ് എന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. മൗലിദുകളുടെ പ്രമാണമാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമല്ല, അതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ, അവിടുത്തെ ജനന സമയത്തും പിന്നീടും ഒക്കെ ഉണ്ടായിട്ടുള്ള, മുമ്പും പിമ്പും, ജനിക്കുന്നതിന് മുമ്പുള്ള നബി, ജനിച്ചിട്ടുള്ള നബി, സമയത്തുള്ള നബി, പിന്നീട് വന്ന നബി, ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നബി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപദാനങ്ങൾ, മഹത്വങ്ങൾ വർണ്ണിക്കുന്ന മജ്ലിസുകൾ പദ്യമായോ പദ്യഗദ്യ സമ്മിശ്രമായോ, അറബിയിലോ മലയാളത്തിലോ, അറബി മലയാളത്തിലോ ഇങ്ങനെ വിശിഷ്ടമായ മജ്ലിസുകൾക്കാണ് മൗലിദ് മജ്ലിസുകൾ. ഈ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിനാണ് സാങ്കേതിക അർത്ഥത്തിൽ മൗലിദ് എന്ന് പറയുന്നത്. ഒരു നിലക്ക് നോക്കിയാൽ എൻ്റെ വിഷയാവതരണത്തിന് അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല, 1 മിനിറ്റ് മതിയാവും. പ്രമാണം പറയാൻ 1 മിനിറ്റ് മതി. ബാക്കിയെല്ലാം ഉള്ള പ്രസംഗം അതിൻ്റെ ബാക്ക് ബോൺ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ മേൽ മനോഹരമായി ഇറച്ചി പൊതിയുക എന്നതുപോലെ മാത്രമാണ്. അല്ലാഹ് എന്ന സംജ്ഞയിൽ നിന്ന് നമുക്ക് ഒരു ഉത്തരമുണ്ട്. അല്ലാഹ് എന്താണ്? അള്ളാഹുവിന് നാം അടിമകൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നതിന് അല്ലാഹ് എന്ന വാക്ക് തന്നെ പ്രമാണമാണ്. അല്ലാഹ് ഒരു രേഖയും അള്ളാഹു ഇറക്കിയില്ല ഭൂമിയിൽ എന്ന് സങ്കല്പിക്കൂ. ഒന്നും അള്ളാഹു ഇറക്കിയില്ല, ഒരു ഏടും ഒരു കിതാബും അള്ളാഹു ഇറക്കിയില്ല. അള്ളാഹു തൻ്റെ അടിമകളോട് സൃഷ്ടാവിനെയും സൃഷ്ടിയെയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ച് അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ വന്നാൽ തന്നെ മതിയാകും. അത് മതിയാകും. എന്തുകൊണ്ട്? അല്ലാഹ് ഇലാഹ് എന്ന പദത്തിലേക്ക് അൽ ചേർത്ത് അത് തമ്മിലുള്ള പരസ്പര ബന്ധമാണ് അൽ ഇലാഹ്. ഈ അൽ ഇലാഹിൽ നിന്ന് ഇടയിൽ ഹംസയെ കളഞ്ഞപ്പോൾ അത് അല്ലാഹുവായി. അല്ലാഹ് എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹ് ഇലാഹ് ആരാധിക്കപ്പെടുന്നത്, അൽ ഇലാഹ് യഥാർത്ഥമായി ആരാധിക്കപ്പെടേണ്ടത്. അപ്പോൾ അല്ലാഹ് എന്താണ് അള്ളാഹുവിന് നൽകേണ്ടത്? ആരാധന തന്നെ. കാരണം അല്ലാഹ് എന്ന് മനസ്സിലായാൽ പിന്നെ അവന് സമർപ്പിക്കേണ്ടത് ആരാധനയാണെന്ന് മനസ്സിലാവും. കാരണം അവൻ അല്ലാഹുവാണ്. ഖുർആൻ എന്താണ്? ഈ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം? ഖുർആൻ എന്ന നിലയിൽ ഖുർആനിന്റെ ധർമ്മത്തിൽ ഖുർആൻ അല്ല. ഖുർആൻ സമൂഹത്തിന്റെ ധർമ്മത്തിലാണ് ഖുർആൻ ആവുക. ഖുർആനിന്റെ ധർമ്മത്തിൽ ഖുർആൻ ഫുർഖാനുൽ അലീമാണ്. ഖുർആനിന്റെ ധർമ്മം സത്യാസത്യ വിവേചനമാണ്. എന്നാൽ ജനങ്ങൾ എപ്പോഴും അത് ഓതിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അത് ഖുർആനാണ്. ഖുർആന് നാം എന്താ ചെയ്തു കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇനി അർത്ഥം തന്നെയില്ല. ഖുർആൻ എന്ന വാക്കിൽ തന്നെ പ്രമാണമുണ്ട്. ഖുർആന് ചെയ്തു കൊടുക്കേണ്ടത് ഓടുകയാണ്. ഖുർആന്റെ ധർമ്മം ഫുർഖാനുൽ അലീമാകലാണ്. ജനങ്ങളുടെ ധർമ്മം ഖുർആനാക്കലാണ്. മുഹമ്മദ് എന്താണ് അതിൻ്റെ അർത്ഥം? മുഹമ്മദ് ഹംദിൽ നിന്നുള്ളതാണ്. മുഹമ്മദ് ഹംദ് പ്രകീർത്തനം. മുഹമ്മദ് പ്രകീർത്തിക്കപ്പെടേണ്ട ആൾ.
ഇത് ലോകത്തിൻ്റെ ധർമ്മമാണ്. മുഹമ്മദ് എന്ന ദാത്തിൻ്റെ ധർമ്മമല്ല. മുഹമ്മദിൻ്റെ ധർമ്മത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദും അഹമ്മദും ഒക്കെ ഒരാളാണ്. മുഹമ്മദിയത്തും അഹമ്മദിയത്തും രണ്ടാണ്. അഹമ്മദിയത്ത് എന്നത് ഫിഅലു മുഹമ്മദാണ്. മുഹമ്മദിയത്ത് ഫിഅലുൽ മുഅ്മിനീനാണ്. മുഹമ്മദ് എന്ന ഒരൊറ്റ കലിമത്തിനെ വലിച്ചു നീട്ടിയതാണ്. മുഹമ്മദ് എന്ന പദത്തിനെ ഒന്നുകൂടി വിശദമാക്കിയതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുഹമ്മദ്, ഇതിലുണ്ട് മർസഞ്ചി, ഇതിലുണ്ട് മങ്കൂസ്, ഇതിൽ തന്നെയുണ്ട് ഷറഫുൽ അനാമി, ഇതിൽ തന്നെയുണ്ട് ബുർദ, ഇതിൽ തന്നെയുണ്ട് ഉണ്ടായ മൗലിദുകളെല്ലാം, ഇതിൽ തന്നെയുണ്ട് ഇനി ഉണ്ടാകാനുള്ള മൗലിദുകൾ എല്ലാം. മുഹമ്മദ് ഇത്ര പോന്ന ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോടിക്കണക്കായ വിവരങ്ങൾ കേറ്റാൻ കഴിയുമെങ്കിൽ പ്രപഞ്ചനാഥന് മുഹമ്മദ് എന്ന പദത്തിൻ്റെ ഉള്ളിൽ മുഹമ്മദിന് ചെയ്തു കൊടുക്കേണ്ട, ലോകത്തിറങ്ങേണ്ട കോടിക്കണക്കായ മദ്ഹിന്റെ കലിമത്തുകളെ കേറ്റാൻ കഴിയില്ലേ? ഇതാണ് പ്രമാണം. ഇനി ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ആ മനുഷ്യൻ മുഹമ്മദാണ് എന്നതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദിനെ മുഹമ്മദാക്കിയത്? അള്ളാഹു തന്നെ. പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് ലോകത്തിന് അള്ളാഹുവിന്റെ അസലിയായ കലാമിൽ അള്ളാഹു ഈ മനുഷ്യന് നൽകിയ നാമമാണ് മുഹമ്മദ്. അബ്ദുൽ മുത്തലിബല്ല. അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിന്റെ ഇർഷാദാണ്. അബ്ദുൽ മുത്തലിബിന് വേറെയും ഇർഷാദ് ഉണ്ടായിട്ടുണ്ട്. ഇനി പ്രമാണം എന്തെന്ന് ചോദിക്കേണ്ടതില്ല. ഇതാണ് പ്രമാണം. ഇനി എത്ര പ്രമാണമുണ്ടെങ്കിലും ഇതാണ് പ്രമാണം. ഇത് പ്രമാണമല്ല എന്ന് പറയാൻ മാത്രം ഉമ്മ പറ്റ ഒരു വഹാബി ദുനിയാവിലുണ്ടെങ്കിൽ വാ. മുഹമ്മദ് പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരധ്യായം മുഹമ്മദാണ്. പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന്റെ പേര് വെച്ചത് മുഹമ്മദാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ വ്യക്തിക്ക് നൽകിയ നാമം മുഹമ്മദാണ്. പ്രശംസിക്കപ്പെടേണ്ടവൻ, പ്രകീർത്തിക്കപ്പെടേണ്ടവൻ. ഇത് റസൂലിന് ചെയ്തു കൊടുത്ത ധർമ്മമല്ല, ഇത് അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മമാണ്. റസൂലിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മവും മുഹമ്മദിന് ചെയ്തു കൊടുക്കേണ്ട ധർമ്മവും രണ്ടാണ്. റിസാലത്ത് വേറെ, മുഹമ്മദിയത്ത് വേറെ. റിസാലത്തിന്റെ ഹക്ക്, റസൂലിന്റെ ഹക്ക് എന്താ? റിസാലത്തിൽ റസൂലിന്റെ ഹക്ക് വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റിസാലത്തിന് ജനങ്ങൾക്കുള്ള ബാധ്യത എന്താ? വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ എന്നാൽ ആരാ? റസൂൽ വേറെ, മുഹമ്മദ് വേറെ. എല്ലാം ഒരു ഷഖ്സിൽ മേടിച്ചതാണ്. റസൂൽ ആരാ? അള്ളാഹുവിന് ജനങ്ങളോട് കൽപ്പിക്കാനുള്ള കാര്യവും ജനങ്ങളിലേക്ക് വിരോധിക്കാനുള്ള കാര്യവും അള്ളാഹു അയച്ചിട്ടുള്ള അള്ളാഹുവിന്റെ മധ്യവർത്തിയാണ് റസൂൽ, മഹാനായ പുണ്യ റസൂൽ. ആ റസൂലിന്റെ ബാധ്യത എന്താ? വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലിന്റെ ബാധ്യത തബ്ലീഗാണ്. യഥാർത്ഥമായ തബ്ലീഗ് നേരത്തെ ഇവിടെ പറഞ്ഞ തബ്ലീഗ് അല്ല. നേരത്തെ ഇവിടെ പറഞ്ഞ തബ്ലീഗ് മുഹമ്മദിയത്തില്ലാത്ത തബ്ലീഗാണ്. കഴിയുമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് വരും. മുഹമ്മദിയത്തില്ലാത്ത തബ്ലീഗ് എഞ്ചിനില്ലാത്ത വണ്ടി പോലെയാണ്. അതിന് ഒരു ഉപകാരം ഉണ്ടാവില്ല. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിന് ഒരു വിലയുണ്ടാവില്ല. മുഹമ്മദിയത്തിനാണ് മർമ്മം. റിസാലത്ത് അള്ളാഹുവിന് ദുനിയാവിൽ പറയാനുള്ള ഹക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുണ്യ റസൂലിലൂടെ അറിയിച്ചു. റസൂലിന്റെ ബാധ്യത അത് എത്തിക്കുക. റസൂലിനോട് ജനങ്ങൾക്കുള്ള ബാധ്യത എന്താ? റസൂൽ എന്ന നിലക്കുള്ള ബാധ്യത വമാ അതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. റിസാലത്ത് പൂർത്തിയായില്ലേ? ഹജ്ജത്തുൽ വദാഇൽ. മുഹമ്മദിയത്ത് പൂർത്തിയായില്ലല്ലോ. റിസാലത്ത് ഹജ്ജത്തുൽ വദാഇൽ പൂർത്തിയായി. പിന്നെ റിസാലത്തുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമും ഇറങ്ങിയിട്ടില്ല. പരിശുദ്ധ ദീനിലെ റിസാലത്ത് പൂർത്തിയായില്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പിന്നെ ഒരു ദീനിന്റെ ഒരു ഹുക്കുമ പിന്നെ ഇറങ്ങിയിട്ടില്ല. ഹുക്കുമുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. റിസാലത്ത് പൂർത്തിയായി, ദീൻ പൂർത്തിയായി. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റിസാലത്തായി അള്ളാഹു നൽകിയ ആ റിസാലത്തിന്റെ നിയമങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെച്ച് പൂർത്തിയായി.
മാഇദയിലെ 3-ാമത്തെ ആയത്തിറങ്ങി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. റിസാലത്ത് പൂർത്തിയായി, എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയായില്ല. ദുൽഹജ്ജ് മാസം കഴിഞ്ഞു, മുഹറം മാസത്തിലേക്ക് കടന്നപ്പോൾ മുഹമ്മദിയത്തിന്റെ ആയത്ത് വീണ്ടും വന്നു. എന്തേ അള്ളാഹുവിനെ ഈ മുഹമ്മദിയത്തിന്റെ ആയത്തിനെ നേരത്തെ ഇറക്കിക്കൂടായിരുന്നു? റിസാലത്ത് പൂർത്തിയായതിനു ശേഷമാണ് വീണ്ടും മുഹമ്മദിയത്തിന്റെ ആയത്ത് വന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. റിസാലത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല മുഹമ്മദിയത്ത്. മുഹമ്മദിയത്ത് എന്നത് റസൂലിന് കൊടുക്കുന്ന കൂലിയല്ല, റസൂലിനെ പുകഴ്ത്തൽ. ഇത് ചില ആളുകൾക്ക് വന്ന ഭീമമായ അബദ്ധമാണ്. ചില ആളുകൾ ധരിച്ചത് ഈ മഹാൻ റസൂലായതുകൊണ്ട് കൊടുക്കുന്ന കൂലിയാണ് മുഹമ്മദിയത്ത്. അല്ല, റസൂൽ എന്നൊരാളെ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഭൂമിയിലേക്ക് റസൂലായി അയച്ചില്ല എന്ന് സങ്കല്പിക്കൂ. ദുനിയാവിലേക്ക് റസൂലായി അയച്ചില്ല എന്ന് സങ്കല്പിക്കൂ. പക്ഷേ അള്ളാഹു അറിയിച്ചു, എൻ്റെ അടിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു അടിമയുണ്ട്, ഞാൻ ആ അടിമയെ മുഹമ്മദാക്കിയിരിക്കുന്നു, ഈ ആളെ ഞാൻ ദുനിയാവിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ലാഹു അറിയിച്ചാലും മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ആളെ മുഹമ്മദാക്കൽ നിർബന്ധമായിരിക്കും. വഹാബിക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഞാൻ ചോദിക്കും. മുഹമ്മദ് വേറെ, റസൂൽ വേറെ, അഹമ്മദ് വേറെ. അഹമ്മദിൽ ഒരു പണിയും ലോകർക്കില്ല. അഹമ്മദിന്റെ പണി ദാത്ത് മുഹമ്മദിലാണ്, നൂറ് മുഹമ്മദിലാണ്. മുഹമ്മദ് മുസ്തഫ. എന്താ മുഹമ്മദ്? മുഹമ്മദിന്റെ അർത്ഥം എന്താ? അഹഖു അൻ യുഹമ്മദ ഫഹുവ മുഹമ്മദുൻ. അഹഖു അൻ യുഹമ്മദ ഫഹുവ മുഹമ്മദുൻ ലിഅന്നഹു സമ്മാഹു അല്ലാഹു മുഹമ്മദ. അഹഖു, ഈ പേരിൽ മുമ്പൊരു നബിയില്ല. ഈ പേരിൽ ഒരു നബി ഉണ്ടെങ്കിൽ ആ നബിയെയും മുഹമ്മദാക്കേണ്ടിയിരുന്നു. ആ നബിക്കും ഇങ്ങനെ രാവും പകലും മൗലൂദ് ഓടേണ്ടിയിരുന്നു. ഈ പേരിൽ ഒരു മലക്കില്ല, മലക്കുണ്ടെങ്കിൽ ആ മലക്കിനെയും ഇങ്ങനെ മുഹമ്മദാക്കേണ്ടിയിരുന്നു. എന്നാൽ ആ പേരിൽ ഒരു മലക്കുമില്ല, ആ പേരിൽ ഒരു നബിയും മുമ്പില്ല. മുഹമ്മദ് എന്ന പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ആ ആൾ ഭൂമിയിൽ വന്നില്ലെങ്കിൽ പോലും ആ ആളെ മുഹമ്മദാക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു സമ്മാഹു അല്ലാഹു മുഹമ്മദ. ഇതൊന്നുമല്ല അഹ്മദ്. എന്താ അഹ്മദ്? അസ്ബഖു വഅക്സറു ബിൽ ഹംദിലില്ലാഹി മിൻ ഖൽഖിഹി ഫഹുവ അഹ്മദ്. അസ്ബഖു വഅക്സറു ബിൽ ഹംദിലില്ലാഹി മിൻ ഖൽഖിഹി ഫഹുവ അഹ്മദ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ കാലത്താലും കർമ്മത്താലും അല്ലാഹുവിനെ ഏറ്റവും പ്രകീർത്തിച്ചവനാണ് അഹ്മദ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവ്വലുൽ ഖൽഖ് മുഹമ്മദാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. വർക്കബറ മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആകാശം ഹമീദാണ്, അഹ്മദല്ല. ഭൂമി എന്തുകൊണ്ട്? തുസബ്ബിഹു ലഹു സ്സമാവാതു السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده. ആകാശം ഹമീദാണ്, ഹാമിദത്താണ്, അഹ്മദല്ല. ഭൂമി ഹാമിദത്താണ്, അഹ്മദല്ല. സമാവാത്ത് മുഴുവനും ഹാമിദത്താണ്, അഹ്മദല്ല. എന്തുകൊണ്ട്? അസ്ബഖു, അള്ളാഹു അതിന് അഹമ്മദ് എന്ന് പേര് വെച്ചില്ല. എന്തുകൊണ്ട്? അത് അഹമ്മദല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ആദ്യത്തെ സൃഷ്ടിയാണ് മുഹമ്മദ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആകാശത്തിന്റെയും മുമ്പാണ് മുഹമ്മദിയത്ത്. സ്വല്ലല്ലാഹു അഹമ്മദിയത്ത്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ സ്തുതിക്കാൻ തുടങ്ങിയത് ആകാശത്തിന്റെയും മുമ്പാണ്, ഭൂമിക്ക് മുമ്പാണ്. അവ്വലുൽ ഖൽഖ് മുഹമ്മദാണ്. അവ്വലുൽ ഖൽഖ് അഹമ്മദിയത്താണ്. ആ അഹമ്മദിയത്ത് ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ മുഹമ്മദിയത്ത് ഉണ്ടായി. അള്ളാഹുവിന്റെ നൂറാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഹമ്മദാണ്, ലോകത്തിന് മുന്നിൽ വെളിവായപ്പോൾ മുഹമ്മദാണ്. അതുകൊണ്ടാണ് വെളിവാക്കാത്ത മുഹമ്മദിനെ സയ്യിദുന ഈസാ അഹമ്മദ് എന്ന് പരിചയപ്പെടുത്തിയത്. ഒരാളെ പരിചയപ്പെടുത്തുക, അയാളെ നമുക്ക് പരിചയമില്ലെങ്കിൽ അയാളുടെ കർമ്മത്താലായിരിക്കും.
ഇനി അയാൾ നമ്മുടെ ഒരാളാണെങ്കിലോ നമ്മളും അയാളും തമ്മിലുള്ള ബന്ധത്താലായിരിക്കും. നമ്മുടെ മോളെ കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുതലാളി പെണ്ണ് കാണാൻ വന്നു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നമ്മൾ ബ്രോക്കറോട് ചോദിച്ചു, ആരാ ഇയാൾ? അപ്പോൾ പറഞ്ഞ്, അതേ കോഴിക്കോട്ടെ ഇമ്പീരിയൽ ഹോട്ടലിന്റെ ഉടമയാ, അല്ലെങ്കിൽ ബോംബെ ഹോട്ടലിന്റെ ഉടമയാ, കോഴിക്കോട്ടെ ഇന്നാലിന KBC എന്ന ബേക്കറിയുടെ ഉടമയാ. ഓ മനസ്സിലായി. അവന് പെണ്ണ് റാഹത്തായി, അവന് തൃപ്തിപ്പെട്ടു. ഇങ്ങോട്ടും അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ്, പുതിയാപ്പിളെ ഇഷ്ടപ്പെട്ടു, നിക്കാഹ് കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ്, പിന്നെ അമ്മോശാക്കയും മരുമകനും കൂടെ രണ്ടും കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ഫറോക്കിൽ വെച്ച് ചോദിച്ചു, ആരാണ് ഇയാൾ? അപ്പോൾ പിന്നെ അവിടെ കോഴിക്കോട്ടെ ബേക്കറിക്കാരെന്ന് അറിയാൻ പറ്റില്ല, അതിൻ്റെ മരുമോൻ എന്ന് പറയേണ്ടത്. അഹമ്മദ് വേറെ, മുഹമ്മദ് വേറെ. അഹമ്മദ് എന്ന് സയ്യിദുനാ ഈസ. അന്ന് ലോകത്തിന്റെ മുന്നിൽ മുഹമ്മദ് വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ മുഹമ്മദിന്റെ കർമ്മം കൊണ്ട് പരിചയപ്പെടുത്തി. മുഹമ്മദിന്റെ കർമ്മം എന്താ? അഹ്മദിയത്ത്. ലോകത്തിന് വെളിപ്പെട്ടാലോ? ലോകത്തിന് വെളിപ്പെട്ടാൽ നമ്മളോടുള്ള ബാധ്യതയും ബന്ധവും ആ ബന്ധത്താൽ പരിചയപ്പെടുത്തും. നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുക മുഹമ്മദ്. ഇത് നമ്മുടെ ബാധ്യതയാണ്. അഹമ്മദിന്റെ ബാധ്യതയാണ്. ഇത് ആലോചിക്കാനുള്ളതുണ്ട്. ഇതെത്ര കുറഞ്ഞ സമയം അനുവദിച്ചാലും മതിയാവുന്ന വിഷയമാണ്. ഈ പ്രമാണത്തിന് മറുപടി പറയാൻ ഖിയാമത്ത് നാൾ വരെ ഇനി ഒന്നും കൂടി ഒന്നായാലും ശരിയാവുന്ന സംഗതിയല്ല. ആയത്ത് മാത്രമേ ഓതിയിട്ടുള്ളൂ. ആയത്തിനെ ലൈഫാക്കുന്ന മെഷീൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും, പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. മുഹമ്മദും വേറെ ഒരു പ്രമാണം ഓടുന്നില്ല. അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അഹമ്മദാണ്. ഹദീസുണ്ട് മൂല്യരൻ ആയത്തന്നുണ്ട് അഹമ്മദാണ്. അഹമ്മദിൻ്റെ അർത്ഥം പറ. എപ്പോഴും മൗലിദ് ഓതിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? മുഹമ്മദാണ്. ആദം നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. നൂഹ് നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലെ റസൂലിന്റെ ശഖ്സിയത്തിനെ വെളിപ്പെടുത്തുക എന്നത് ബാങ്കിന്റെ മർമ്മാണ്. അങ്ങനെ ഒരു ഇറാദത്ത് അല്ലാഹുവിന് ഇല്ല. എന്നാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ ആദം മുഹമ്മദ് അല്ല, അതുകൊണ്ട് ബാങ്കില്ല. നിസ്കരിച്ചോട്ടെ. മൂസ നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. എന്തുകൊണ്ട്? മൂസ മുഹമ്മദ് അല്ല, നിസ്കരിച്ചോട്ടെ. അത് നല്ല കാര്യം തന്നെ. വഔഹൈനാ ഇലാ മൂസ വഅഖി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ വജഅലു ബുയൂതകും ഖിബ്ല വഅഖിമുസ് സ്വലാ. നിസ്കാരമുണ്ട് സയ്യിദുനാ മൂസ, നിസ്കാരമുണ്ട് സയ്യിദുനാ ശുഐബ്, ബാങ്കില്ല. ഖാലു സ്വലവാതുക തഅമുറുക. ഇബ്രാഹിമിന് നിസ്കാരമുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ. പക്ഷേ ബാങ്കില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം മുഹമ്മദ് അല്ല. പ്രശംസ വെളിവാക്കാൻ ഇങ്ങനെ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല. പക്ഷെ പുണ്യ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നിസ്കാരം കൊടുത്ത് നേരെ ബാങ്കും കൊടുത്തു. നിസ്കാരം ജനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സംഘടിത നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു വെളിപ്പെടുത്തി ബാങ്ക്. എന്താ ബാങ്കിന്റെ ബാങ്കിന്റെ മർമ്മം? ഇൽഹാറു ശറഫി മുഹമ്മദിൻ. ഈ ഭൂമിയിൽ സദാസമയവും മുഹമ്മദിന്റെ മൗലൂദ. ഈ ഭൂമിയിൽ സദാസമയവും ഒരു കൂട്ടക്കാർക്ക് 6:12 മഗ്രിബ്, മറ്റൊരു കൂട്ടക്കാർക്ക് 6:13 മഗ്രിബ്, വേറൊരു കൂട്ടക്കാർക്ക് 6:14. ഇങ്ങനെ വരും. ഒരു കൂട്ടക്കാർക്ക് സുബഹാകുമ്പോൾ ഒരു കൂട്ടക്കാർക്ക് മഗ്രിബ്, ഒരു കൂട്ടക്കാർ ഉറങ്ങുമ്പോൾ മറ്റൊരു കൂട്ടക്കാർ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കും, അപ്പോൾ ഒരു വേറെ കൂട്ടക്കാർ ദുഹറിൻ്റെ ബാങ്ക് കൊടുക്കും. മൗലൂദ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്താ മൗലൂദ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് സനാഉ മുഹമ്മദാണ്. ഇതാണ് എൻ്റെ ബേസ്. ലിഅന്നഹു മുഹമ്മദുൻ. അല്ലാന്ന് പറയാൻ വഹാബിക്ക് കഴിയൂല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒട്ടകത്തിൻ്റെ ദ്വാരത്തിൽ, സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കയറിയാലും വഹാബിക്ക് ഇതിന് മറുപടി തരാൻ കഴിയില്ല. മുഹമ്മദ് എന്നാളെ അള്ളാഹു ഒളിവാക്കിയത് സനാഇനാണ്, പ്രശംസിക്കാൻ.
ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. മുഹമ്മദിന് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന് എന്താ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് മധുരമുട്ടായി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും പോലെയാണ്. ലിഅന്നഹു മുഹമ്മദുൻ അഹഖു അൻ യുഹമ്മദു ഫഹുവ അൻ യുഹമ്മദ ഫഹുവ മുഹമ്മദുൻ. അത് റഹ്മത്ത് ചൊരിയലല്ല. ആര് പറഞ്ഞാലും സനാ തീരുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇതിൽ കൂടിയത്. അള്ളാഹു കൂടിയ ഒറ്റ ഫിഅല് സനാ മുഹമ്മദാണ്. അടിമകളുടെ പണിയിൽ അള്ളാഹു കൂടിയ ഒറ്റൊന്ന് മൗലൂദാണ്. നിസ്കാരത്തിൽ അള്ളാഹ് കൂടിയിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക. നോമ്പിൽ അള്ളാഹ് കൂടിയിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് വിൽക്കുക. ഹജ്ജിൽ അള്ളാഹു തന്നെ കൂടിയിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക. അങ്ങനെയൊക്കെ കണക്ക്. എന്നാ ചിന്തിക്കണം. മൗലൂദിൽ അള്ളാഹു തആല കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നിസ്കാരത്തിന് സലാമുണ്ട്, നോമ്പിനൊരു ഫറാഖുണ്ട്, ഹജ്ജിനൊരു തഹല്ലുലുണ്ട്, മൗലൂദിന് തഹല്ലുലുണ്ടാവില്ല. എന്തുകൊണ്ട്? ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമിഹി മൗലാ യസല്ലി വസൽ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവിടെ ബുർദക്കാരൻ ഒഴിഞ്ഞ് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി. ഒരു നാതിഖും ബിഫമിന് വായ കൊണ്ട് സംസാരിക്കുന്ന ഒരാൾക്ക് മുഹമ്മദിനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് കഴിയൂല? മുഹമ്മദ് മുസ്തഫ നബിയുടെ സനാ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാലും മദ്ഹ് പറഞ്ഞാൽ തീരുകയില്ല. അന്നഹു മുഹമ്മദുൻ ഖൽഖുൻ വഹീദ് അഹ്വ മുഹമ്മദ മിൻ ഖൽഖിഹി. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പ്രശംസിക്കാൻ വേണ്ടി മാത്രം അള്ളാഹു തെരഞ്ഞെടുത്ത അടിമയാണ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞു തീർക്കാൻ കഴിയൂല. എന്തുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല? ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. പറഞ്ഞു തീർക്കാൻ കഴിയൂല. ഇത് ഞങ്ങൾ വെറുതെ എഴുതി വെച്ചതും അല്ല, ഇമാമിയങ്ങൾ. പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരാളെ സനാഇനെ പറഞ്ഞു തീർക്കണമെങ്കിൽ ഒന്നാമതായി അയാളുടെ മഹത്വങ്ങളെ അറിഞ്ഞ് പൂർത്തിയാക്കണം. മുഹമ്മദ് മുസ്തഫയുടെ മഹത്വങ്ങളെ അറിഞ്ഞ് പൂർത്തിയാക്കാൻ സൃഷ്ടികൾക്ക് കഴിയൂല. ഒരൊറ്റ ഉദാഹരണം പറയാം. അറിഞ്ഞാലല്ലേ കഴിയുള്ളൂ. നമ്മൾക്ക് അറിയൂല. ഒരാൾ മക്കത്തെ ഇമാമും കൂടിയായി എന്ന് സങ്കല്പിക്കൂ. എന്നാൽ മുക്കക്കാർക്ക് ഇയാൾ മുക്കത്തെ ഇമാമാണെന്ന് മാത്രം അറിയും, മക്കത്തെ ഇമാമാണെന്ന് അറിയൂല എന്ന് വെക്കൂ. എങ്കിൽ നാട്ടുകാർ ഇപ്പം എങ്ങനെ പറയും? എന്താ ഇത് മുക്കത്തെ ഇമാമാണ്, ഏറെ പറഞ്ഞാൽ മുക്കത്തെ ഇമാമാണെന്നേ പറയുള്ളൂ. കാരണം എന്തുകൊണ്ട്? മക്കത്തെ ഇമാമാണെന്ന് അറിയണ്ടേ. മുജാഹിദീന്റെ ഓഫീസിൽ ഇരിക്കുന്ന വഹാബികൾക്ക് ഇതിനൊരു മറുപടി പറയാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വാ. അമ്പിയാക്കൾക്ക് നൽകിയ എല്ലാ വഹയും ജിബ്രീലിനറിയും അലൈഹിസ്സലാം. എന്നാൽ പുണ്യ റസൂലിന് നൽകിയ വഹയിൻ്റെ ഉശ്ർ പോലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ എന്തേ? ഭൂമിയിൽ നൽകിയ അറിവറിയും. അതിൻ്റെ 1000 കോടിക്കണക്കിന് ഇരട്ടി അറിവാണ് അബ്ദ് മഅബൂദിൻ്റെ ഖാബ ഖൗസീനയിൽ വെച്ച് നൽകിയത്. അതൊരറിവാണ്. ഈ അറിവിനെ പറ്റിയാണ് പിന്നീട് എന്ത് പറഞ്ഞത്?
فكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطات العلم أو من شكلات الحكم مولاي صل وسلم. മുഹമ്മദ് നബിക്ക് ഇന്ന വിവരങ്ങളുണ്ട്. വിവരം ഒറ്റ കാര്യം, വേറൊന്നും ഞാൻ പറയണില്ല. ഒറ്റ കാര്യം, മുഹമ്മദ് നബിയുടെ വിവരത്തെ ഇന്ന് വരെ ലോകത്തിന് പറഞ്ഞു തീർക്കാനോ മനസ്സിലാക്കി തീർക്കാനോ കഴിഞ്ഞിട്ടില്ല, കഴിയൂല. എന്തുകൊണ്ട്? ഈ ആയത്തോടിയപ്പോൾ, മുത്തുനബിക്ക് ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചുറ്റും കൂടി ചോദിച്ചു, ഫമാദാക്കൽ വഹ്യു യാ റസൂലല്ലാഹ്, നബി നിങ്ങൾക്ക് അല്ലാഹു നേരിട്ട് തന്ന ആ വഹ്യ് എന്തായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഉഖിദ മിന്നി ഷർത്തുൻ ബി അൻ ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ്, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള രഹസ്യമാണെന്ന് പറഞ്ഞിട്ടാണ് ജിബ്രീലിനെ നേരത്തെ ഒഴിവാക്കി എനിക്കൊറ്റക്ക് പറഞ്ഞു തന്നത്. ഇത് അല്ലാഹു എനിക്ക് നൽകിയ രഹസ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു വാതിൽ ലോകത്ത് തുറക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഫദ്ല് പറഞ്ഞു? അതുകൊണ്ടായിരിക്കാം ഇന്നല്ലാഹ, ഇതിൽ അള്ളാഹ് കൂടിയത്. കാരണം അള്ളാഹിൻ്റെ സൃഷ്ടിയെ അറിയുന്ന ഒരാളേ ഉള്ളൂ. ആര്? അതുകൊണ്ടാണ് അള്ളാഹു മൗലൂദിൽ കൂടേണ്ടി വന്നത്. സൃഷ്ടികൾക്ക് ഇത് സലാം വീട്ടാൻ കഴിയില്ല, ആരെങ്കിലും ഒരാൾ സലാം വീട്ടണ്ടേ? ഇന്നല്ലാ, ഇതിന് ഇതല്ല അർത്ഥം എന്നാണ് നിങ്ങൾ പറയും, ഇതല്ല അർത്ഥം എന്ന് പറയും. എന്തുകൊണ്ട്? അള്ളാഹു മുഹമ്മദ് മുസ്തഫാക്ക് അള്ളാഹു നൽകിയ സനാ, അള്ളാഹു കെതുമ ചെയ്ത് വെച്ചത്, അത് മറക്കപ്പെട്ട ദറജയാണ്. അത് ലോകത്ത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, ആർക്കും അറിയൂല. അത് സിറാണ്, ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാം സനാ മൗലിദാണ്. ഫാത്തിഹ എന്നാൽ രണ്ട് സനാഇൻ്റെ ഇടയിൽ അബ്ദിനോട് അബ്ദിൻ്റെ മർമ്മം ചോദിക്കാൻ ആവശ്യപ്പെട്ടതാണ്. ആദ്യത്തെ 5 ആയത്ത് അള്ളാഹുവിൻ്റെ സനാ ആണ്. പിന്നീട് 6ാമത്തെ ആയത്ത് അബ്ദിൻ്റെ ആവശ്യമാണ്. 7ാമത്തെ ആയത്ത് മൗലൂദാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സനാഉല്ലാഹ്, അള്ളാഹനെ പ്രശംസിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹനെ പ്രശംസിച്ചതാണ്. ഫാത്തിഹ സൂറത്തിൽ തന്നെ മൗലൂദാണ്. അർ റഹ്മാനിർ റഹീം, അള്ളാഹനെ പ്രശംസിച്ചതാണ്. മാലിക് യൗമിദ്ദീൻ, അള്ളാഹനെ പ്രശംസിച്ചതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹനെ പ്രശംസിച്ചതാണ്. ഈ പ്രശംസയ്ക്ക് ശേഷം അബ്ദിൻ്റെ ആവശ്യം അള്ളാഹിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. എന്താ ആവശ്യം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പിന്നെ അബ്ദ് മഅബൂദിന്റെ മുന്നിൽ പറയുകയും മഅബൂദ് അബ്ദിന് റൂട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആയത്തുണ്ടല്ലോ, അത് സനാഉ മുഹമ്മദാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് മുഹമ്മദ് മുസ്തഫ ഓതിയാലും സനാഉ മുഹമ്മദാണ്. എന്തുകൊണ്ട്? അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം എന്നാണ്. അല്ലാഹു ലോകത്ത് ഏറ്റവും നിഅമത്ത് ചെയ്ത ആള് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇബ്രാഹിം മുഹമ്മദിന്റെ ളില്ലല്ലേ, മുഹമ്മദിനെ അംഗീകരിച്ചാലല്ലേ ഇബ്രാഹിം റസൂലാകൂ. വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യിൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخرتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. മുഹമ്മദ് മുസ്തഫ തങ്ങളെ അംഗീകരിച്ചാലേ ഇബ്രാഹിം ഉള്ളല്ലോ, ആരുമുള്ളല്ലോ. ഇനി ഒന്നാം കാലക്കാരൻ മൗലൂദോ, ഒന്നാം കാലക്കാരൻ മൗലൂദ് ലോകം മുഴുവനും സദാസമയവും മൗലൂദാണ്. ഒന്ന്, അവർക്ക് മൗലിദ് റുഇയത്ത് മുഹമ്മദാണ്. ഉറക്കെ പറ, റുഇയത്ത് മുഹമ്മദ്.
ഒന്ന്, അവരുടെ ഏറ്റവും വലിയ നബി പ്രവാചക സ്നേഹപ്രകടനം എന്താ? നബിയെ കാണുക. ഒരിക്കൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സിദ്ദീഖ് തങ്ങളോട് മുന്നിലിരിക്കുന്ന ഒരു സദസ്സിൽ ഹബീബായ നബി പറഞ്ഞു, സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പം ജനങ്ങൾ ഉദ്യോഗത്തോടെ നോക്കി എന്താ നബിക്ക് ഇഷ്ടമുള്ള 3 കാര്യം. അപ്പോൾ പറഞ്ഞു, ഒന്ന് സുഗന്ധം പൂശുക, 2 എൻ്റെ ഭാര്യമാരുമായി സഹവസിക്കുക, 3 നിസ്കാരത്തിൽ കടന്ന് എൻ്റെ കണ്ണ് കുളിർക്കുക. ഇതാണ് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എനിക്ക് 3 കാര്യം ഇഷ്ടം. ഒന്ന് സുഗന്ധം പൂശ, ഒന്ന് എൻ്റെ ഭാര്യമാർ, പിന്നെ 3-മത്തേത് നിസ്കാരത്തിൽ അങ്ങനെ കിടക്കുക. അബൂബക്കർ, നിനക്കും അബൂബക്കർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിന ദുനിയ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ് നബി എന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചു? അന്നദുറു ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കന്നെ. നിങ്ങൾക്ക് തരാൻ വേണ്ടി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുക. നിങ്ങളെ കുടുംബത്തെ ബഹുമാനിച്ച് നിങ്ങളുടെ സാമീപ്യം നേടുക. അതാണ് മുഹമ്മദിയത്ത്. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിനൊരു വിലയില്ല. മുഹമ്മദിയത്തില്ലാത്ത കുപ്പായം നീട്ടിയാൽ അങ്ങാടിയിൽ നിന്ന് തുണി കഴിഞ്ഞാൽ ഔറത്ത് കാണൂല എന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതാണ് തബ്ലീഗുകാർ വഹാബികളുടെ മൂട് താങ്ങികളാണ്. അവർ ഈ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല. ബാർബർ ഷാപ്പ് കയറാത്ത പൈസ ബാക്കി കിട്ടുന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? സുന്നത്ത് ഇടക്കുട്ടി, സുന്നത്ത് തബ്ലീഗുകാരെക്കാൾ നടപ്പിലാക്കിയത് ഖവാരിജാണ്. ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല അരക്കഴഞ്ച് ബുദ്ധി തലയിൽ തന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോ. ഇത് റഹ്മത്ത്. സുന്നത്തിനൊന്നും ഒരു വിലയില്ല കുട്ടി. മുഹമ്മദിയത്തില്ലാത്ത സുന്നത്തിന് ഒരു വിലയില്ല. മുഹമ്മദിയത്തില്ലാത്ത ഖുർആനും അതിനും വിലയില്ല. ഖുർആനിൽ നിന്ന് മുഹമ്മദിനെ മനസ്സിലാക്കിയവരാണ് വഹാബികൾ. അവർക്കൊക്കെ പഴക്കും. ഖുർആനിൽ നിന്ന് മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കിയാൽ തെറ്റുപറ്റും. മുഹമ്മദിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കണം. അതാ റൂട്ട്. ഖുർആൻ എല്ലായിടത്തും പറഞ്ഞത് മുഹമ്മദിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കാനാണ്. 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ റബ്ബനാ വഅൻസിൽ ഫീഹിം ഖുർആനൻ എന്നല്ല, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. റസൂലിനെ അയക്കുക, എന്നിട്ട് റസൂലിനെ ബോധ്യപ്പെടുക, എന്നിട്ട് റസൂലിൽ നിന്ന് ഖുർആൻ പഠിക്കുക. അപ്പോൾ റസൂലിൽ നിന്ന് ഖുർആനിലേക്ക് പോരണം. ഖുർആനിൽ നിന്ന് റസൂലിലേക്ക് പോയാൽ ചേകനൂരാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ല എന്ന് പറയാൻ മാത്രം ആൺകുട്ടികൾ ദുനിയാവിലുണ്ടെങ്കിൽ ഈ ഖുർആൻ്റെ പണി റഹ്മത്ത് നിർത്തും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇത് അൻസല ഫീഹിം ഖുർആൻ എന്നല്ല, ഇത് ബഅസ ഫീഹിം റസൂലൻ. എന്തേ വഹാബികൾക്ക് ഒരു റീഡിങ് പയച്ചതാണ്. സാധനമൊക്കെ ഉണ്ട്. അരിയുണ്ട്, എണ്ണ ഉണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, കസ്കസ് ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, എല്ലാം ഉണ്ട്. തൂമിക്കാൻ നെയ്യുണ്ട്, ഡാൾഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആദ്യം ഇട്ടത് അരിയ. ആദ്യം അരിയിട്ടാൽ അരി പോലും മര്യാദക്ക് കിട്ടൂല. നെയ്ച്ചോറാകൽ പിന്നെയല്ലേ. റൂട്ടുണ്ട് സംഗതി. മിസ്സിസ് കെ മാത്യു പറഞ്ഞതുപോലെ എല്ലാം പാകത്തിനുണ്ട്. പക്ഷേ റൂട്ട് ക്ലിയർ ആകണം. എവിടെയും പറഞ്ഞത് എവിടെയും അല്ലാത്തവരായത്ത് കാണിച്ചാൽ വഹാബി മുഹമ്മദിനെ മനസ്സിലാക്കാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തിരിയന്നല്ല. അതുകൊണ്ട് അത് തിരിയാത്ത കാലത്തോളം പരമകാരുണികനും കരുണാനിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും. കരുണാകരൻ മരിച്ച് കരുണാനിധി ബൈനൽ മൗതി വൽ ഹയാ തമിഴ്നാട്ടിൽ ഒരു മേനില്ല. എവിടെയും ആദ്യം മുഹമ്മദിനെ അറിയണം. അതിനാണ് മൗലൂദ്. അതാണ് മൗലൂദ്. എവിടെയും അതാ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. നീ ദീനി ദഅവത്തിന് അല്ലാഹ് പറഞ്ഞത് ഖുർആൻ പഠിച്ചവരല്ല, വമ്പൻ തെറ്റ്. അള്ളാഹുവിൻ്റെ റസൂൽ ദീനി ദഅവത്തിന് പറഞ്ഞത് ഖുർആനും പഠിച്ചവരല്ല. അന്ന് രാവിലെ മുസ്ലിം ആയവർ വരെ അവിടെ ഉണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് ആരാ? പറഞ്ഞത് ഷാഹിദീങ്ങളെയാ, മുഹമ്മദിനെ കണ്ടവരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ടത് എങ്ങനെയല്ല, ഖുർആനാണ് ബേസ് എങ്കിൽ പറയേണ്ടത്. പിന്നെ ലോകരാജ്യങ്ങളിലൊക്കെ പോയി ഇസ്ലാമത പ്രബോധനം നടത്തേണ്ടിയിരുന്നു. പക്ഷെ ഇതുണ്ട് ഇറങ്ങിക്കിട്ടണ്ടേ. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ക്ഷമിച്ചിരിക്കും. ഈ ഖുർആനോ ഇറങ്ങിക്കിട്ടും, എന്നിട്ട് അതൊക്കെ എഴുതിയെടുത്ത് നിങ്ങൾ പോയിക്കോളി. അല്ല,
അന്ന് രാവിലെ മുസ്ലിം ആയവരുണ്ട്. ദീനി ദഅവത്തിന് യോഗ്യത ഖുർആൻ പഠിച്ചതല്ല. ഖുർആൻ പഠിച്ചിട്ട് പ്രബോധനത്തിറങ്ങിയോ ഇസ്ലാം എന്ന് ഓർത്തു പോകും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത് ഖുർആൻ പഠിക്കലാകൂല. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ. എൻ്റെ ഷാഹിദ് ലോകത്തിന് ഇത് പഠിപ്പിച്ചു എത്തിച്ചു കൊടുക്കട്ടെയാണ് മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഷാഹിദ് ഞാൻ അല്ലാഹുവിൻ്റെ ഷാഹിദ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ. മുഹമ്മദ് അല്ലാഹുവിൻ്റെ ഷാഹിദ്, സ്വഹാബത്ത് മുഹമ്മദിൻ്റെ ഷാഹിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പരമ്പര ആ ഷഹാദത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഈ ഷഹാദത്ത് ഒന്നിരിക്കൽ റുഇയത്ത് ഇതന്നെ. ഈ റുഇയത്താണ് ഷഹാദത്ത്. ഈ റുഇയത്തിനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റുഇയത്തിന് കാലത്താലും സ്ഥലത്താലും ഒന്നാകണം. അപ്പോൾ ഈ റുഇയത്ത് കിട്ടുള്ളൂ. അപ്പോഴേ ഈ ഷഹാദത്ത് ഉണ്ടാവുള്ളൂ. സ്ഥലം രണ്ടാണെങ്കിലും കാലം ഒന്നാണെങ്കിൽ അങ്ങോട്ട് അടുപ്പിക്കാം. ചക്രവർത്തി പെരുമാൾ കാലം ഒന്നായി സ്ഥലം രണ്ടായി അങ്ങോട്ട് അടുപ്പിച്ച് ഷാഹിദായി. കാലം രണ്ടായാൽ ഇതിലെ ഷാഹിദാകാൻ കഴിയൂല. പിന്നെ ഇതിലെ ഷാഹിദായാൽ ഇവിടെ ഷാഹിദാവും. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഇതിലാണ് കേട്ടാൽ ഇവിടെയാണ് കാണും. അപ്പോൾ താബിഈങ്ങൾ സ്വഹാബികളിൽ നിന്ന് നബിയെ അറിഞ്ഞു. അപ്പോൾ അവർ ഷാഹിദായി. താബിഈങ്ങളിൽ നിന്ന് ഷാഹിദായി ആര്? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ആര്? താബിഈങ്ങൾ. ഇങ്ങനെ അപ്പോൾ എല്ലാ തലമുറകളും ലോകത്ത് ഇജാസത്തോടുകൂടി പ്രബോധനം നടത്തിയവർ ചെയ്തത് തഅരീഫ് മുഹമ്മദാണ്. മുത്ത് മുഹമ്മദിനെ പരിചയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. പിന്നെ ഇത് ഒരു വാക്കിലും തീർക്കാം. 1 കോടി കൊല്ലം പറഞ്ഞാലും തീരുകയുമില്ല. അതുകൊണ്ട് ഏത് നേരത്തും ഇത് നിർത്താവുന്നതാണ്. എനിക്ക് തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഹമ്മദിയത്തിനെ മനസ്സിലാക്കാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മർമ്മം. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് വെയിലുദിച്ചിട്ട് ഒരാൾ മുസ്ലിമായി. അയാൾ പിന്നെ നബിയോട് ചോദിച്ചു, മുസ്ലിമായി ഒരു 9 മണിയുടെ ആ നേരത്തായിരിക്കുമെന്ന് ഹദീസിൻ്റെ ശൈലി കണ്ടാൽ അറിയാം. സൂര്യൻ ഉദിച്ചുയർന്നു വെയിലിങ്ങനെ പ്രഭ ചൊരിഞ്ഞ് ഇങ്ങനെ വരിക. ആ നേരത്തൊരാൾ മുസ്ലിമായി. ളുഹറിൻ്റെ മുമ്പ് അയാൾ നബിയോട് തമ്പിൽ കയറി ചോദിച്ചു, നബിയെ ഞാൻ യുദ്ധക്കളത്തിൽ പോയിക്കോട്ടെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞില്ല, അത് പറ്റൂല, നിനക്ക് ഫാത്തിഹ സൂറത്ത് പഠിക്കണ്ടേ, നിനക്ക് പരമകാരുണികനും കരുണാനിധിയും പഠിക്കണ്ടേ, നിനക്ക് ബിസ്മി പഠിക്കണ്ടേ. അയാൾ ബിസ്മിയും പഠിച്ചില്ല, അയാൾ ഖുർആനും പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. അയാളോട് നബി ചോദിച്ചു, എന്തൊക്കെ മനസ്സിലാ, നിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആയുധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി ചോദിച്ചു, ഹൽ യുഈറുഹു മിൻ സിലാഹ്, ആരയ്യാക്കൊരു ആയുധം വായ്പ കൊടുക്കുക. അപ്പോൾ സ്വഹാബികൾ വരാൻ ഒരു ആയുധം കൊണ്ട് ഓടി വന്നു. അപ്പോൾ നബി പോരെന്ന് ചോദിച്ചു. അതും കൊണ്ട് അയാൾ യുദ്ധത്തിന് ചാടി. അതായത് രാവിലെ നേരം വെളുത്തിട്ട് 9 മണിയുടെ നേരത്തെ ആയിരിക്കും ആ നേരക്ക് മുസ്ലിമായി. ളുഹറിൻ്റെ മുമ്പ് അയാൾ യുദ്ധക്കളത്തിലേക്ക് ചാടിയിട്ട് കുറഞ്ഞ നേരം ഫൈദ ബിയസീർ വഹും ഹമലൂഹു വഹുവ മഖ്തൂൽ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഫാത്തിഹ സൂറത്ത് പഠിച്ചിട്ടില്ല, ഖുർആനിലെ ഒരക്ഷരം അലിഫിലാമിയും പോയിട്ട് അലിഫ് പഠിച്ചിട്ടില്ല. ഇയാൾക്ക് എന്താ, ഇയാൾ ബേസ് കിട്ടി. ബേസ് റുഇയത്ത് മുഹമ്മദാണ്, ഷഹാദത്ത് മുഹമ്മദാണ്, ഇദ്ലാഉം ബി മുഹമ്മദാണ്, റദീന ബില്ലാഹി റബ്ബൻ, അതന്നെ വബിൽ ഇസ്ലാമി ദീനൻ. പാറ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വൈകുന്നേരങ്ങളിലും ഇത് 3 വട്ടമെങ്കിലും തൻ്റെ സ്വഹാബികളെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു എന്ന് ഹദീസ് ഷരീഫിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മനുഷ്യന്റെ മയ്യിത്ത് മറവ് ചെയ്യുന്ന വേള സ്വഹാബികളോട് കൂടെ വളരെ താല്പര്യത്തിൽ പങ്കെടുത്ത പുണ്യ റസൂൽ മുസ്തഫ ഫറജഅൽ ഖഹ്ഖറ, വളരെ പെട്ടെന്ന് ധൃതിയിൽ പിന്നോട്ട് ഓടി മറവ് ചെയ്യൂ എന്ന് സ്വഹാബികളോട് പറഞ്ഞുവല്ലോ. സ്വഹാബികൾ മറവ് ചെയ്ത് റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു നബിയോട് ഉദ്യോഗത്തോടെ ചോദിച്ചു, നബിയെ എന്താണ് നബിയെ ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു, റഅയ്തുൽ ഹുറൈനി തദ്ഖുലാനി ഖബ്റഹു വതൻസിആനി കഫനഹു തുഖബ്ബിലാനിഹി ഖാല റസൂലുള്ളാഹി. കുട്ടി ഒരക്ഷരം ഖുർആൻ ഓതാത്ത പഠിക്കാത്ത ഈ മനുഷ്യൻ ഒരക്ഷരം ഖുർആൻ പഠിക്കാൻ നബിയാളെ പ്രേരിപ്പിച്ചിട്ടുമില്ല. ഈ മനുഷ്യന്റെ മയ്യിത്ത് മറവ് ചെയ്യവേ ഹബീബായ നബി
പുറകോട്ട് ഓടി. എന്തിനാണ് ഓടിയതെന്ന് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗീയ സുന്ദരികൾ വന്ന് ഖബറിൽ നിറഞ്ഞിട്ടുണ്ട്, അയാളുടെ കഫൻ പുടവ നീക്കിയിട്ട് തുഖബ്ബിലാനിഹി, ഇയാളെ ചുംബിക്കുന്ന ആ വ്യഗ്രത കണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിയതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താ ഉള്ളത്? ഷഹാദത്ത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലെ കാണാൻ കഴിയില്ലെങ്കിൽ ഇതിലെ കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് മൗലൂദ്. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, 2 വിഷയാവതരങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ഇതൊന്നും ഇനി അത്ര പറഞ്ഞാൽ മതി, ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമോ ഇല്ല, ഇതിൽ വർത്താനം പറയേണ്ട ആവശ്യമോ ഇല്ല. പിന്നെ ഇപ്പോൾ എന്തേ ഉള്ളൂ എന്നറിയോ, ശർക്കരക്ക് മധുരം ഇല്ല എന്ന് വാദപ്രതിവാദം നടത്താൻ വരുന്നവനോട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കുഴപ്പമുണ്ടാകാം. ഒന്നിരിക്കലും അവൻ ശർക്കര തിന്നിട്ടില്ല, അപ്പോൾ അവൻ്റെ അണ്ണാക്ക് പൊളിച്ചിട്ട് അതിലേക്ക് ലേശം ശർക്കര ഇട്ട് കൊടുക്കണം. അതാണ് അനുഭവിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു വകുപ്പ്, അണ്ണാക്ക് ശർക്കര ഇട്ടാലും ചില ആളുകൾക്ക് മധുരം കയറില്ല. അതവൻ്റെ നാവിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ കുഴപ്പമാണ്. അതിൽ എരിവും പുളിയും മധുരമൊന്നും മനസ്സിലാവില്ല. ഒരു തരം ജാമിതായ നാവുണ്ടാവും ചില ആളുകൾക്ക്. അവർക്ക് ഇത് അണ്ണാക്കൊക്കെ കയറ്റിയിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ശർക്കരയെ കുറ്റം പറഞ്ഞ പണി നിർത്തിയിട്ട് കാര്യം മനസ്സിലാക്കാറുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട സംസ്ഥാന SOS നടത്തുന്ന ഒരു പരിപാടിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിജയിപ്പിക്കട്ടെ. മോമിനീങ്ങളെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനം പാടുക, പുകഴ്ത്തുക എന്നത് മുഅ്മിനീങ്ങളുടെ കടമയും കർത്തവ്യവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ. അതേ സമയത്ത് വേദനാജനകമായ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളത്, സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിനെ തശ്ബീഹാക്കിയിട്ട് കേരളത്തിൽ സർവരാലും അറിയപ്പെട്ട ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ്, അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിൻ്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എൻ്റെ ബേജാറായി. പടച്ച തമ്പുരാനെ, ഇന്നലെ മിനിഞ്ഞാനും ശരിക്കും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മിനിഞ്ഞാനാണ് അത് കണ്ടത്. ഉടനെ ഞാൻ ഹമീദ് വൈസിയെ വിളിച്ച് പറഞ്ഞു, പടച്ച തമ്പുരാനെ എന്ത് പറ്റിപ്പോയി ഒരു മനുഷ്യന്മാർ. മൗലാന മൗലൽ ആലം സുൽത്താനുൽ ഉലമാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ശൈത്താനുൽ ഉലമാ എന്നാണ് പറഞ്ഞടാ. അതാണ് കൂടാണ്ട്. ഇമാം സുയൂത്തിക്ക് ഒരു കിതാബുണ്ട്, തൻസീഉൽ അംബിയാഇ അൻ തശ്ബീഹിൽ അഗ്ബിയാ. ഈമാന്റെ കാണിക ആ കൂടാരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ കാണണമെന്ന് ചിന്തയുണ്ടെങ്കിൽ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ തശ്ബീഹ് കൊണ്ടുവന്ന ആ കൂടാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോ. എത്ര നേരത്തെ പിരിഞ്ഞാൽ അത്രയും നല്ലത്. മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ, തലയെ കെട്ടിയ മനുഷ്യന്മാർ ഇങ്ങനെ ആടി നിന്നിട്ട് എണീറ്റ് നിന്നിട്ട് ആടി നിന്നിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും അതിൻ്റെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, 2 പ്രഭാഷണങ്ങൾ എനിക്ക് ശേഷം വരാനുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സുന്നി സംഘത്തിൻ്റെ മൗലിദ് സദസ്സാണ്. നിങ്ങൾക്കറിയാലോ, ഒന്നും നമ്മുടെ കയ്യിൽ ഒരു സമാനമില്ലാതെ നിങ്ങളുടെയൊക്കെ സാധുക്കളായ നിങ്ങളുടെ പോക്കറ്റ് കണ്ടു തുടങ്ങിയ ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് അടുത്ത വിഷയാവതരണത്തിന് മുമ്പ് നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നാണല്ലോ. മുഹമ്മദിയത്ത് അങ്ങോട്ട് കൊടുക്കലാണ്. അഹമ്മദിയത്തിൽ പിന്നെ വിശ്വസിച്ചാൽ മതി, അഹമ്മദാണെന്ന് വിശ്വസിച്ചാൽ മതി. മുഹമ്മദിയത്ത് അങ്ങോട്ട് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചിലർ പറഞ്ഞു കൊടുക്കുക, ചിലർ കയ്യിലുള്ളത് കൊടുക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട്
അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോക്കറ്റിലുള്ള വലിയ നോട്ടും കൊണ്ട് ഇങ്ങോട്ട് വരിക. ആ ATM എന്ന് കിട്ടുന്ന നല്ല ചുവന്ന നോട്ടാണെങ്കിൽ തിരക്കടില്ല, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. എണീക്കി ഇവിടെ ഉസ്താദ്മാരൊക്കെ ഉണ്ട്, ആരുടെ കയ്യിൽ കൊടുത്താലും വേണ്ടിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും അവിടെ തന്നെ പോയിരിക്കുക. ഒന്നിങ്ങോട്ട് വരി, ഒന്നിങ്ങോട്ട് അവിടെ നിന്ന് എണീറ്റോളൂ, ഒന്നിങ്ങോട്ട് എണീക്കി. സുന്നി മനസ്സംഗത്തിൽ എവിടുന്ന് ഒന്നും കിട്ടാനില്ല. ഈ സാധുക്കളുടെ ചില്ലിക്കാശ് കൊണ്ടാണ്. അമിത് വൈസിൻ്റെ കൈ കൊടുക്കും, അമിത് വൈസിൻ്റെ കൈ കൊടുക്കി. നിങ്ങളവിടെ ഇരിക്കും, വാങ്ങിയാൽ നിങ്ങളതൊന്ന് വാങ്ങി. നിങ്ങൾ ആരെങ്കിലും വാങ്ങിയ ഒരാൾ, ആരെങ്കിലും വാങ്ങിയ മനുഷ്യന്മാർ കൈ നീട്ട്. എല്ലാവരും കയ്യിലുള്ളത് 2000 നോട്ടനായിക്കോളണമെന്നൊന്നുമില്ല. ഞാൻ നല്ല പുതിയ 500 നോട്ട് എൻ്റെ ചുരുക്കാണ്. പൊട്ടത്തരം എന്തുണ്ടായാലും സംഗതി ചുരുക്കുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരി. അവിടെ നിന്ന് എണീറ്റോളം ഇങ്ങോട്ട് കൊണ്ടുവരി. എന്തെങ്കിലും ഒരു 100 റുപ്യ, ഒരു 100 റുപ്യ, ഒരു 500 റുപ്യ, ഒരു 2000 റുപ്യ, ഒരു 10 റുപ്യ, 50 റുപ്യ, അവനവൻ്റെ ഖദർ സ്ഥിതാത്തനുസരിച്ച് ഒന്നിങ്ങോട്ട് കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി. എല്ലാവരും കൊടുക്കുക. ഒന്ന് വാങ്ങിക്കളെ. അങ്ങനെ പൈസ ആര് വാങ്ങിയാൽ എന്താണ്? SYSന് വേണ്ടി വാങ്ങല്ലേ, നമ്മളല്ലല്ലോ. ആര് വാങ്ങിയാൽ അവിടെ ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായി. നിങ്ങളത് വാങ്ങിയാൽ മതി. പൈസ ആര് വാങ്ങിയാൽ എന്താ? SYSന് വേണ്ടിയല്ലേ വാങ്ങണത്? കൊടുക്കി, എല്ലാവരും കൊടുക്കി. നിങ്ങൾ വാങ്ങിക്കൊള്ളാം ആസർ പൈസ. എന്നിട്ട് സീറ്റിലിരിക്കണം, പോകരുത്. എല്ലാവരും സീറ്റിലിരിക്കണം. 2 പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. 2 പ്രധാനപ്പെട്ട വിഷയാവതരണങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും സംഘടനയെ സഹായിക്കണം. നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വൻസംഘം നടത്തുന്ന പരിപാടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കെടുത്ത അവനവൻ്റെ ഒരു ഭാഗതയം നിർവഹിച്ച എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും റഹ്മത്തും ബറക്കത്തും അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും എന്തെങ്കിലും അവനവൻ്റെ കയ്യിലുള്ളത് എല്ലാവരും മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ദീന് നേരത്തെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഇത് ദീനിൻ്റെ വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. മുത്തുനബിയെ മനസ്സിലാക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ സ്വാലിഹ്യങ്ങൾ പെടുത്തട്ടെ. നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പ മുസ്ലിയാർ രോഗിയായ ആശുപത്രിയാണ്. അള്ളാഹു തആല ശിഫ നൽകട്ടെ. ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തിനെ കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ഇറക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, 2 പ്രധാനപ്പെട്ട വിഷയം ഇനിയിവിടെ അവതരിപ്പിക്കാനുണ്ട്. കാസ്മി ഉസ്താദിന് കൊടിഞ്ഞിയിൽ എത്രയും പെട്ടെന്ന് ഒരു വാതിലെത്തേണ്ടതുള്ളത് കൊണ്ടാണ് നിർത്തിയത്. ഇനി നമ്മോട് ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. ഹദീസ് നിഷേധവും ലയന നാടകവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അരമണിക്കൂർ ബഹുമാനപ്പെട്ടവർ സംസാരിക്കും. അതിനുശേഷം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടമ്പ് ആനുകാലിക സംഭവവികാസങ്ങൾ മുഴുവനും പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമാപന പ്രസംഗമുണ്ട്. വിഷയാധിഷ്ഠിതമായി തന്നെ കഴിഞ്ഞതിന് ശേഷമേ പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. വേദിയിലെ ഉസ്താദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രൗഢമായ ഉദ്ഘാടന പ്രഭാഷണവും അതിനുശേഷം
മൗലിദിൻ്റെ അകംപൊരുളും മുഹമ്മദീയത്തിൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്പഷ്ടമായ ഒരു വിഷയാവതരണം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിൻ്റെ ഏറ്റവും അനിവാര്യമായ അത്യാവശ്യമായ പ്രസംഗം നാം കാതോർത്തിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വഹാബി സംഘടനകൾ തമ്മിൽ ഐക്യപ്പെട്ടു എന്നും ലയിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരുടെ ഐക്യ സമ്മേളനം നിരീക്ഷിച്ച ആളുകൾ ഇന്നും അവർക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല, ശ്രോതാക്കൾക്കും കിട്ടിയിട്ടില്ല, സ്റ്റേജിലുള്ള ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്ത് വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ ഐക്യപ്പെട്ടത്, ലയിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. ആ ലയന സമ്മേളനം അല്ലെങ്കിൽ ഐക്യ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗം മുതൽക്ക് നന്ദി പ്രസംഗം വരേക്കുള്ള ഒരൊറ്റ പ്രസംഗത്തിലും 2002 മുതൽ നമ്മൾ ഭിന്നിച്ച വിഷയത്തിൽ ഐക്യപ്പെട്ടത്, ലയിച്ചത് എന്ന് അവരാരും പറഞ്ഞില്ല. കുറേ സുന്യാളെ കുറ്റം പറഞ്ഞ് ഉസ്താദുമാരെയും അതുപോലെ പാരമ്പര്യത്തേക്ക് ഒരുപാട് ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്നതല്ലാതെ അവരുടെ ലയനത്തിൽ എന്താണ് സംഭവിച്ചത്? മടവൂരികൾ എന്താണ് അനുയായികളോട് പറയാം? അവർ പറയും, സംഗതി KNM തെറ്റ് തിരുത്തി വന്നു, അതുകൊണ്ട് നമ്മൾ ലയിച്ചു. KNMകാരെന്താ പറയാ? മടവൂരിയാൾ തെറ്റ് തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ലയിച്ചു. ഇങ്ങനെ പറയാന്നല്ലാതെ ആരാണ് തെറ്റ് തിരുത്തിയത്? രണ്ടാലൊരു കൂട്ടർ തെറ്റുകാരല്ലേ? അതുകൊണ്ട് തന്നെ ഇത് ആര് തിരുത്തി, എവിടെ തിരുത്തി, എന്ത് തിരുത്തി, എങ്ങനെ തിരുത്തി? ഇത് അവരുടെ ലയന സമ്മേളനത്തിലോ ലയനം സംബന്ധിച്ച ചർച്ചയിലോ പത്രസമ്മേളനങ്ങളിലോ മറ്റു വിശദീകരണങ്ങളിലോ പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതിലോ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. തികഞ്ഞ നാടകമാണ്, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് കോഴിക്കോട് അവർ നടത്തിയത് എന്ന് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവര് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അവര് ഒന്നായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും വരാനില്ല, നമുക്ക് ലാഭമേ ഉള്ളൂ. ഏതുപോലെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് വിചിന്തനം മാസികയാണ്, വിചിന്തനം വാരികയെന്ന് തോന്നുന്നത്. ഇതിൽ ഒരു ചോദ്യമുണ്ട്. 2015 മാർച്ച് 6 വിചിന്തനമാണ്. മുജാഹിദുകളെ വിമർശിക്കുന്നതിൽ 3 വിഭാഗങ്ങൾ മത്സരിക്കുമ്പോൾ എന്ന ഹെഡിങ്ങിലാണ് ചോദ്യം. സമസ്ത EK വിഭാഗം, കാന്തപുരം വിഭാഗം, സ്പീക്കറിൽ ഖുത്ബ നിർവഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഘടിച്ചു പോയ സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്നിവരിൽ ഓരോ വിഭാഗവും തങ്ങളാണ് കൂടുതൽ രൂക്ഷമായി മുജാഹിദുകളെ വിമർശിക്കുന്നതെന്ന് വരുത്താനാണ് ശ്രമിച്ചു കാണുന്നത്. ഇവർ വേറിട്ട് നിൽക്കലോ യോജിക്കലോ മുജാഹിദുകൾക്ക് നല്ലത്? എന്താണ് ഇവരുടെ വിമർശനത്തോടും മത പ്രവർത്തനത്തോടും മുഫക്കിറിന്റെ പ്രതികരണം എന്നാണ് ചോദ്യം. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, മുഫക്കിറിന്റെ ആദ്യത്തെ മറുപടിയുടെ തുടക്കത്തെ വരി പറയുന്നത് ഇവർ ഒന്നിക്കലാണ് മുജാഹിദുകൾക്ക് നല്ലത് എന്നാണ്. അപ്പോൾ ഒരു മറുപടി മതിയാകും എന്ന് അവരിങ്ങോട്ട് പറഞ്ഞതാ. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഈ 2 കൂട്ടരിഞ്ഞ് 3 കൂട്ടരിഞ്ഞ് 8 കൂട്ടർ 80 കൂട്ടരും കൂടി ഒന്നിച്ചാലും പല ഗ്രൂപ്പ് എണ്ണിയാ തീരാത്ത ഗ്രൂപ്പുകളാണല്ലോ. ഇപ്പൊ എത്തി ഗ്രൂപ്പ് പോയി ഇപ്പൊ നാടും വീടൊക്കെ ഒഴിവാക്കിയിട്ട് കാട്ടിലേക്ക് കയറി ദമ്മാജിലേക്ക് എത്തിക്കാം. എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇത് പറയും. ഇവരെല്ലാം കൂടി ഒന്നായി എന്നാ നമുക്ക് എന്തേലും ഉണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നായാലും പലതായാലും ഒക്കെ നമുക്ക് കണക്കാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ലയനം എന്തായിരുന്നു? ഈ ഐക്യത്തെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നത് 2008 മാർച്ച് 21 വിചിന്തനം. ആ വിചിന്തനത്തിൽ ഒരു ലേഖനമുണ്ട്, മുജാഹിദ് ഐക്യം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? KNM ഐക്യത്തിന് തയ്യാറാകുന്നില്ല എന്ന് മടവൂർ പക്ഷം കുറ്റപ്പെടുത്താറുണ്ട്. ആദർശപരമാണ് പ്രശ്നം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥാനം വീതം വക്കലിലുള്ള നീക്കുപോക്ക് കൊണ്ട് എങ്ങനെ യോജിപ്പുണ്ടാവാനാണ്? അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇരുകൂട്ടരും നേരത്തെ ധാരണയിലെത്തിയ KJU തീരുമാനത്തെ അവഗണിക്കും വിധം പുസ്തകമിറക്കുകയും മധ്യസ്ഥ തീരുമാനങ്ങൾ വരെ വോട്ടിനിടുകയും ചെയ്യേണ്ടി വരികയും ചെയ്ത സ്ഥിതിക്ക് കണ്ണും ചിമ്മി ഐക്യപ്പെട്ടാൽ പിന്നീട് വലിയ അനൈക്യമാവും ഉണ്ടാവുകയാവും ഫലം. അതിനാൽ എങ്ങനെ പിളർന്നു? ഇനി ശ്രദ്ധിക്കണം,
എൻ്റെ ശബ്ദം അകലെ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്ന വല്ല മുജാഹിദീങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഇനി പറയാൻ പോകുന്ന വരി ഒന്ന് കേൾക്കണം. ഇത് നിങ്ങൾ എഴുതി വെച്ചതാ. വിചിന്തനത്തിൽ 2008 മാർച്ച് 21 ഇത് എഴുതി വെച്ചത്. അതിന്റെ 6ാമത്തെ പേജിൽ എന്താണെന്നറിയോ? അതിനാൽ എങ്ങനെ പിളർന്നു, എന്തിനു പിളർന്നു എന്ന് പരിശോധിച്ച് പരിഹാരങ്ങൾ തേടിക്കൊണ്ടു വേണം ഐക്യപ്പെടാൻ. ഇത് നിങ്ങൾ എഴുതി വെച്ചതല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2002 എങ്ങനെ പിളർന്നു, എന്തുകൊണ്ട് പിളർന്നു, ഇതിന്റെ പരിഹാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേന്നമുകാരൻ കണ്ടിട്ടുണ്ടോ? മടവൂരുകാരൻ കണ്ടിട്ടുണ്ടോ? എന്തേ ലയന സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തേ പത്രസമ്മേളനത്തിൽ അത് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അനുയായികൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു സർക്കിളിലൂടെയെങ്കിലും ഇത് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെയാണ് നിങ്ങളുടെ ആദർശ പാപ്പരത്വം. നിങ്ങളുടെ ആദർശ പാപ്പരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എവിടെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി നിരാകരിക്കുക എന്നതല്ല, അതിനപ്പുറം നിഷേധിക്കുന്ന തരത്തിലേക്ക്, തനി ചേകനൂരിസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം വഴിതെറ്റിയതല്ലേ സംഭവിച്ചത്? ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഹദീസിന്റെ ഉസൂലിന്റെ കിതാബുകളിലെല്ലാം പറഞ്ഞൊരു സംഗതി ഉണ്ട്. പ്രമാണയോഗ്യമായ ഹദീസുകൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സഹീഹായ ഹദീസുകൾ അത് തന്നെ 2 തരം: സഹീഹുല്ലി ദാത്തിഹി, സഹീഹുല്ലി ഗൈരിഹി. പിന്നെ 3ാമത് പറയുന്നുണ്ട് ഹസനുല്ലി ദാത്തിഹി, 4ാമതായിട്ട് ഹസനുല്ലി ഗൈരിഹി. ഈ ഹസനുല്ലി ഗൈരിഹി എന്ന് പറഞ്ഞ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അഥവാ ദുർബലമായ സനദിലൂടെ ഒരു ഹദീസ് ഒന്നിലധികം സനദിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് 2ഉം കൂടി കൂടുമ്പോ, അല്ലെങ്കിൽ 2ലധികം സനദുകൾ കൂടുമ്പോ ആ ഹദീസിന് ബലം വരികയാണ്, അത് പ്രമാണത്തിന് സജ്ജമാവുകയാണ്, അത് ഹസനുല്ലി ഗൈരിഹിയാകുകയാണ്, അതിൽ നിന്ന് ഹുക്മുകൾ നിർദ്ധാരണം ചെയ്യപ്പെടാൻ പറ്റുകയാണ്. ഇതിൽ ആർക്കാ തർക്കമുള്ളത്? ഇത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞതല്ലേ, ഉസൂലുൽ ഹദീസിന്റെ കിതാബുകളിൽ വിശദീകരിച്ചതല്ലേ. എന്നാ ഇവരെന്താ അതിനെ സംബന്ധിച്ച് പറഞ്ഞറിയോ? കുറേ നായ്ക്കാട്ടങ്ങൾ കൂടിയിട്ട് ഒന്നിച്ചെടുത്താൽ ആ നായ്ക്കാട്ടം താഹിറാകുമെന്നാ ചോദിച്ചത്. നോക്കണം നിങ്ങൾ. അപ്പൊ നായ്ക്കാട്ടാണ് എന്നാ പറയുന്നത്. നമ്മളെ ഹദീസിന്റെ കിതാബുകളിൽ എത്രയോ ലഈഫായ ഹദീസുകളുണ്ട്. ഈ ലഈഫായ ഹദീസുകൾ അത് ഒരുപാട് ആവശ്യങ്ങൾക്ക്, ഒരുപാട് രംഗങ്ങളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ അത് പ്രമാണമാണ്. അതോടൊപ്പം തന്നെ ഒരേ ഹദീസ് തന്നെ ഒരുപാട് സനദിലൂടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ അത് തികച്ചും പ്രമാണമാണ്. അതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത് എന്താണ്? ആരാ പറയുന്നത്? മടവൂർ വിഭാഗ പറഞ്ഞത്. അവർ പറയാണ് അത് ശബാബിന്റെ 2012 ഫെബ്രുവരി ലക്കത്തിലാണ് പറയുന്നത്. 2012 ഫെബ്രുവരി 10 പറയാ, പേജ് 15 നായ്ക്കളുടെ കാഷ്ടം പോലെയാണ് എന്നാ പറയുന്നത്. ഉദ്ധരണി ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു അത് കുറച്ചും കൂടി അങ്ങനെ പറഞ്ഞ് ഇവർ പറയാണ്. ആരാ പറയണത്? മടവൂർ വിഭാഗത്തിന്റെ ആളുകളാ പറയണത്. അവരുടെ ശബാബിൽ പല സ്ഥലത്ത് 2011 ഡിസംബർ 16 ശബാബ് പരിശോധിച്ചു നോക്കൂ. അതിന്റെ പേജ് 37 കാണാം. 2015 ജൂൺ 26 ശബാബ് പരിശോധിച്ചു നോക്കൂ. അതിന്റെ പേജ് 19 കാണാം. ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണെങ്കിലും അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ അംഗീകരിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലേ? ശബാബിന്റെ 2011 ഡിസംബർ ലക്കം പരിശോധിച്ചാൽ കാണാം. അതിന്റെ പേജ് 37. ശബാബിന്റെ തന്നെ 2015 ജൂൺ 26 ലക്കം പരിശോധിച്ചാൽ പേജ് 19 കാണാം. മുത്തഫഖുൻ അലൈഹി ആയാൽ പോലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിൽ സ്വീകാര്യമല്ല. എന്നിട്ട് പ്രബോധനം ഒരു ഹദീസ് പതിപ്പ് ഇറക്കിയിരുന്നു കുറച്ചു മുമ്പ്. പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഒരു ഹദീസ് പതിപ്പ് ഇറക്കി. ആ ഹദീസ് പതിപ്പില് അബ്ദുസ്സലാം സുല്ലമിയുടെ ഒരു ലേഖനുണ്ട്, വിമർശിക്കപ്പെട്ട ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ. 10-20 ഹദീസുകൾ അയാൾ ഇങ്ങോട്ട് വിമർശിച്ചിട്ടേ. എന്താണ് ആ വിമർശനത്തിന്റെ കോലം? അതിൽ ഒരു ഹദീസ് മാത്രം ഞാൻ ഉദാഹരണം പറയാം. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ?
അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കഅബാലയം, ഇബ്രാഹിം നബി കഅബാലയം നിർമ്മിച്ചു. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിനെ നിർമ്മിച്ചു. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിന്റെയും കഅബാലയത്തിന്റെയും നിർമ്മാണത്തിന്റെ ഇടയിൽ എത്രയാ വർഷം? അപ്പൊ 40 സന എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു, 40 വർഷമാണ്. 40 വർഷമാണ്. അപ്പൊ ഇത് സ്വഹീഹായ സനദാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇവിടെ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ്? ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തല്ലേ കഅബാലയത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നത്? സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കപ്പെട്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെയും സുലൈമാൻ നബിയുടെ ഇടയിൽ ആയിരക്കണക്കിന് വർഷങ്ങളില്ലേ, പിന്നെ ഇങ്ങനെ 40 കൊല്ലം എന്ന് പറഞ്ഞത് എന്നൊരു സംശയം അവിടെയുണ്ട്. ഈ സംശയം, ആ സംശയത്തിന് അവരെന്നെ അവിടെ മറുപടിയും പറയുന്നുണ്ട്. ഹദീസിലൊരു വിഷയം പറയുമ്പോൾ ഒരു സംശയം വരുമ്പോൾ, ഖുർആന്റെ ചില ആയത്തുകളൊക്കെ ചിലപ്പോൾ സംശയം വരൂലേ, ആ സംശയത്തിന് അവിടെ തന്നെ മറുപടിയും പറയില്ലേ? അപ്പൊ അവിടെ തന്നെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു അൽ അസ്ഖലാനി ഈ സംശയം ഉദ്ധരിച്ചവരിൽ നിന്ന് തന്നെ ആ സംശയത്തിന് മറുപടിയും പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അത് ബൈത്തുൽ മുഖദ്ദസിന്റെയും കഅബാലയത്തിന്റെയും നിർമ്മാണത്തിന്റെ പ്രഥമഘട്ടത്തിലുള്ള നിർമ്മാണ പ്രക്രിയയുടെ ഇടയിലുള്ള വർഷത്തെ പറ്റിയാണ് അപ്പറഞ്ഞത്. അത് ഈ പറഞ്ഞ കാലഗണനയ്ക്കു ബാധകം അല്ല. ആ മറുപടിയോട് കൂടി ആ ഇഷ്കാലും തീരും ചെയ്തു. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ പ്രബോധനം ഹദീസ് പതിപ്പില്, അതുപോലെ തന്നെ ഷബാബിന്റെ തന്നെ 2013 ഡിസംബർ ലക്കത്തിലും ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. ആ സംശയം മാത്രം ഉന്നയിച്ചിട്ട് അതിന്റെ മറുപടി അവിടെ പറയാതെ, കണ്ടോ, ബുഖാരിയിൽ സംശയമുണ്ട്, ബുഖാരിയിൽ ഇമാമിങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ബുഖാരിയിൽ ഒരുപാട് ഹദീസുകൾ മുൻഗാമികളായ പണ്ഡിതന്മാർ സംശയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ബുഖാരിയുടെ എല്ലാ ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റൂല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഷബാബിൽ, അതുപോലെ തന്നെ ഇതേ ഹദീസ് പതിപ്പിൽ മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ പറയാണ്. എന്താ പറയുന്നത്? അവര് പറയുന്നുണ്ട്, ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ പിശാചൊരു കുത്തു കൊടുക്കും. അത് ഹദീസിലുള്ളതല്ലേ? അപ്പൊ ആ കുട്ടി കരയും. ഇല്ല മറിയം വബിനഹാ, മറിയം ബീവിയും മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബിയും ഒഴികെ, ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഹദീസിൽ വന്നതാ. അപ്പൊ ഇവിടെ ഈ ഹദീസിനെ സംബന്ധിച്ച് അവിടെ ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് മുഅ്തസിലി വിഭാഗത്തിന്റെ നേതാവായ സമഖ്ശരിക്ക് ഈ ഹദീസിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാ? കുത്തിയിട്ടാണോ ഈ കരയുന്നത്? അങ്ങനെ ഇബ്ലീസ് കുത്തുകയാണെങ്കിൽ, ജന്മനാ കുത്തുകയാണെങ്കിൽ നാം മരണം വരെ ആ കുത്ത് നടക്കേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും തന്നെ ഈ സ്ഥിരപ്പെട്ട ഹദീസിനെ തള്ളിപ്പറയാൻ ഒരു പുൽക്കൊടിക്ക് പോലും വിലയില്ല എന്ന ഒറ്റവാചകം കൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഫതുഹുൽ ബാരി ഉദ്ധരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ അബ്ദുസ്സലാം സുല്ലമി മടവൂർ വിഭാഗത്തിന്റെ മുഹദ്ദിസ് അല്ലേ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനല്ലേ, അയാൾ പറയാണ്, കണ്ടില്ലേ, ബുഖാരിയിലുള്ള ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ സംശയം പറഞ്ഞു. സമഖ്ശരി സംശയം പറഞ്ഞില്ലേ? റാസിയും പറയുന്നു. റാസി സംഗതി സമഖ്ശരിയെ ഉദ്ധരിച്ച് അവസാനം മറുപടി പറഞ്ഞിരിക്കുകയാണ്. ആ മറുപടി അവിടെ നിന്ന് വിട്ടു, അവിടെ ഡോട്ട് ഇട്ട് കൊടുത്തു. ഇതുപോലെ റാസിയും ഡോട്ട്. യഥാർത്ഥത്തിൽ റാസി ഇമാം എന്താ ചെയ്തത്? സുന്നത്ത് ജമാഅത്തിന്റെ പരനായകനായ മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു ചെയ്തത് സമഖ്ശരിയുടെ ഈ വിമർശനത്തെ, സമഖ്ശരി എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമായിരുന്നില്ല, മുഅ്തസിലത്തിന്റെ നേതാവായിരുന്നു, പിഴച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, തന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഹദീസിനെ തള്ളിപ്പറയാൻ വേണ്ടി യുക്തിപരമായ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോ ആ ചോദ്യങ്ങൾ ഉന്നയിച്ച ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി കൊടുത്ത ആ മറുപടിയെ കുറിച്ച് അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നാ വായനക്കാരെന്ന് മനസ്സിലാക്കും. അപ്പൊ സമഖ്ശരി ഇമാമും ബുഖാരിയുടെ ഹദീസിനെ ചോദ്യം ചെയ്തു, റാസി ഇമാമും ചോദ്യം ചെയ്തു. ഈ രണ്ട് ഇമാമിങ്ങളെയും ഉദ്ധരിച്ച മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഇവരും ചോദ്യം ചെയ്തു. എല്ലാവരും ചോദ്യം ചെയ്തു. അപ്പൊ ബുഖാരി മുസ്ലിമും
എല്ലാവരും ചോദ്യം. ബുഖാരിയിലെ ഹദീസും മുസ്ലിമിലെ ഹദീസൊക്കെ ഇമാമിങ്ങൾ ചോദ്യം ചെയ്ത ഹദീസാണ്. യഥാർത്ഥത്തിൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ, അത് മുത്തഫഖ് അലിഹിയാവട്ടെ, ഓരോരുത്തരും വെവ്വേറെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാവട്ടെ, അത് സഹീഹാണ്, അത് പ്രമാണയോഗ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഇവർ പറയുന്നത് നമ്മളെ സാമാന്യ ബുദ്ധിക്ക് അത് നിരക്കാത്തത് കൊണ്ട്, നമുക്ക് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവാത്തത് കൊണ്ട്. നേരത്തെ കാസിം ഉസ്താദ് പറഞ്ഞതുപോലെ അവർക്ക് എന്ത് മുഹമ്മദീയത്ത്, എന്ത് മുഹമ്മദീയത്ത്. നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചോദിക്കാൻ വേണ്ടി കോടാനുകോടി മനുഷ്യന്മാർ അമ്പിയാക്കളെ സമീപിച്ച് അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരുമ്പോൾ ആൾക്കാരെന്താ പറയാ? യാ മുഹമ്മദു അന്ത റസൂലുള്ളാഹി വ ഖാതിമുൽ അംബിയാ. ഒന്നാമതായിട്ട് മുഹമ്മദീയത്തിനെയാണ് എടുത്തു പറയുന്നത്. രണ്ടാമതായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിനെ അഭിസംബോധനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, മൻ അന്ത, മൻ അന, ഞാൻ ആരാണ്? ആ സമയത്ത് സഹാബത്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞു, ആരൊരാൾ മറുപടി പറഞ്ഞു, അന്ത റസൂലുള്ളാഹ്. അപ്പൊ നബി പറഞ്ഞു, അതല്ല ഇപ്പൊ പറയേണ്ടത്, അന മുഹമ്മദ് ബിനു അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്. എന്നിട്ട് നബി ഇങ്ങനെ വിശദീകരിക്കുക, അല്ലാഹു തആല സൃഷ്ടികളെ പടച്ചു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി ഫീ ഖൈരിഹിം. അപ്പോൾ മുഹമ്മദിയത്ത് ഒരു വലിയ സംഭവമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ലയനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മടവൂരിയാൾ പറയുന്നത് ബുഖാരിയിലുള്ള ഒരുപാട് ഹദീസുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട് എന്ന്. ഇവിടെ മടവൂരികൾ പറഞ്ഞത് അവർ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ? ശബാബിൽ എഴുതിയത് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ? ഹദീസ് പതിപ്പിൽ പറഞ്ഞ കാര്യം പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ? പിശാചിന്റെ ഉപദ്രവത്തെ സംബന്ധിച്ച് KJU എന്ന് പറഞ്ഞ കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അതിന് 30-ാമത്തെ പേജിൽ പറഞ്ഞു, ജിന്ന്, പിശാജ്, റുഖിയ ശർഇയ്യ എന്ന പുസ്തകം ഉണ്ടല്ലോ, അത് കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകം, ഈ ജിന്ന് വിവാദ പശ്ചാത്തലത്തിൽ ഇറക്കിയ പുസ്തകം. ആ പുസ്തകത്തിന് 30-ാമത്തെ പേജിൽ പറയാണ്, പിശാച് മനുഷ്യനിൽ ഭൗതികമായ രോഗം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. എന്നാ ശബാബിൽ പറഞ്ഞത് എന്താണ്? ശബാബിൽ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. ശബാബ് 2015 നവംബർ 6, ഇതൊക്കെ 2002-ന്റെയും 2016-ന്റെയും ഇടയിലുള്ള വർഷങ്ങളായി പറയുന്നത്. 2015 നവംബർ 6 ശബാബ് അതിന്റെ പേജ് 37 പറഞ്ഞത്, പിശാചിന് തിന്മ പ്രേരിപ്പിക്കാനേ കഴിയുള്ളൂ, ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കാൻ ചെയ്താന് കഴിയില്ല. കഴിയും എന്ന് KNM അവരുടെ പുസ്തകത്തിൽ, KJU അവരുടെ പുസ്തകത്തിൽ എഴുതി. ഇനി നിങ്ങൾ ലയിച്ചപ്പോൾ ഞങ്ങളെ ചോദ്യതാണ്, ഇവിടെ പിശാചിന് ശാരീരികമായി ഉപദ്രവപ്പെടുത്താൻ കഴിയും എന്നാണോ നിങ്ങൾ പറയുന്നത്, അതോ കഴിയൂല എന്നാണോ പറയുന്നത്? രണ്ടും കൂടി ശരിയാവും. ഇജ്തിമാഉൻ നഖീലൈനി മുഹാലല്ലേ? പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ എങ്ങനെ ലയിച്ചു? കോഴിക്കോട് കടപ്പുറത്ത് എങ്ങനെ ലയിച്ചു? അത് നിങ്ങൾ വിശദീകരിക്കണം. സിഹിർ ഫലിക്കുമോ ഇല്ലേ? സിഹിർ ഫലിക്കില്ല. സിഹിർ എന്ന് പറഞ്ഞ സംഭവം ഫലിക്കില്ല എന്ന് ശബാബ് 2012 ഫെബ്രുവരിയിലൊക്കെ 17 ഇറങ്ങിയ പേജ് 31 പറഞ്ഞില്ലേ സിഹിർ ഫലിക്കില്ല. എന്നാ സിഹിർ ഫലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട്. അജ്വാകാരക്ക, ഇതൊക്കെ ബുഖാരിയിലെ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചു, ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഒരു മനുഷ്യന് സിഹിർ ബാധിക്കാതിരിക്കാൻ ഏറ്റവും ഫലവത്തായ ഔഷധമാണ് അജ്വാകാരക്ക. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇതിനെ കളിയാക്കല്ലേ ഇതുവരെ ഒരു വിഭാഗം മുജാഹിദുകൾ? റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. സിഹിർ അതിന് യാഥാർത്ഥ്യമില്ല. ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാ ശബാബ് തെളിവ് പറഞ്ഞത്. എന്നാ സിഹിർ ഫലിക്കും, അത് ഫലിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് വരെ ഫലിച്ചിട്ടുണ്ട് എന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ 2012 ശേഷം ഇവിടെ പറഞ്ഞതും എഴുതിയതും എത്ര രേഖകളുണ്ട്. ഉദാഹരണം, മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്ന പുസ്തകത്തിന്റെ 87-ാമത്തെ പേജ് പരിശോധിച്ചാൽ മതി, അതിൽ കണ്ടെത്താൻ സാധിക്കും.
ഞങ്ങളെ ചോദ്യം, ഇവിടെ സിഹർ ഫലിക്കും എന്നാണോ നിങ്ങൾ തീരുമാനിച്ചത്, അതോ സിഹർ ഫലിക്കൂല എന്നതിലാണോ നിങ്ങൾ ലയിച്ചത്? എവിടെ നിങ്ങൾ ലയിച്ചത്? ലയിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ വിചിന്തനത്തിൽ പറഞ്ഞല്ലോ, എന്തിന് പിളർന്നു, എന്തുകൊണ്ട് പിളർന്നു, എങ്ങനെ പിളർന്നു എന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ നിവാരണം കൊണ്ടേ ഇത് ലയനം പൂർത്തിയാവുകയുള്ളൂ. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ 2002 പിളർന്നത്. 2002 ജൂൺ 4 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ KJU എല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ അതിൻ്റെ പേജ് 11 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തൗഹീദ് 3 വിധാണ്. തൗഹീദിനെ സംബന്ധിച്ച് ഉസ്താദ് ഇവിടെ വിശദീകരിക്കും. ഞാൻ ആ വശത്തിലേക്കല്ല പോകുന്നത്. തൗഹീദ് 3 അതേതൊക്കെയാണ്? തൗഹീദുൽ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അസ്മാഉ വസിഫാത്തിന്റെ തൗഹീദ് ഇങ്ങനെ 3 കുട്ടികളെ പഠിപ്പിക്കണം. ഇത് നമ്മൾ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു എന്ന് 2002 തീരുമാനിക്കാം. എന്നാൽ ഹുസൈൻ മടവൂരിന്റെ ഒരു പുസ്തകമുണ്ട്. എന്താ? ആദർശ വ്യതിയാനം ഒരു പുകമറ. അതിന്റെ 27-28 പേജുകൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു തൗഹീദ് ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ചോദ്യം, ഇങ്ങനെ ഒരു തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ചിട്ടില്ല എന്ന ഹുസൈൻ മടവൂരിന്റെ വാദത്തിലാണോ നിങ്ങൾ ലയിച്ചത്, അതോ ഇങ്ങനെ മൂന്നാമതൊരു തൗഹീദും കൂടി ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മദ്രസകളിൽ അല്ലെങ്കിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന KJUവിന്റെ തീരുമാനത്തിലാണോ നിങ്ങൾ ലയിച്ചത്? ഇതൊരു നാടകല്ലേ? ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയതല്ലേ, പൊട്ടീസാക്കിയതല്ലേ? എന്നിട്ട് ഇവർ പറയണെന്താണ്? അള്ളാഹുവിന് കയ്യ്, അള്ളാഹുവിന് കാല്, അള്ളാഹ്ക്ക് ഊര, അള്ളാഹ്ക്ക് ചന്തി, അള്ളാഹ്ക്ക് കണങ്കാല്, പിന്നെ തുണിൻ്റെ അടുത്ത് എന്തൊക്കെയുള്ളത് ഒക്കെ പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അതാ തര തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അല്ലാതെ വ്യാഖ്യാനിക്കാൻ പാടില്ല. വ്യാഖ്യാനിച്ചാ പയച്ചു പോകുന്ന ഇവർ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ കയ്യ് എന്ന് പറഞ്ഞതിന്റെ അറബി ഭാഷാ അർത്ഥപ്രകാരം കയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവയവാണല്ലോ. പിന്നെ എങ്ങനെ അത് ഇസ്മു സിഫത്തായത്? അവയവമാകുന്ന കൈ എന്ന് പറയുന്ന അതിന്റെ സാക്ഷാൽ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗം KNM എന്തിനാ പിന്നെ അതിന് അസ്മാഉ വസിഫാത്ത് എന്ന് പറഞ്ഞത്? അവയവം എന്ന് പറഞ്ഞ ദാത്തല്ലേ? ദാത്തിന് സിഫത്ത് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇവർ പറയുന്നത് സമസ്തക്കാര് അള്ളാഹുവിന്റെ യദ് വജ്ഹ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാണ്. അത് മുഅ്തസിലിയാക്കളെ വാദാണ് എന്നാ. തിരിച്ചു ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ റിജ്ല്, അള്ളാഹുവിന്റെ ഹഖ്വ് എന്നൊക്കെ പറഞ്ഞ, അള്ളാഹുവിന്റെ സാഖ് എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളെ പറ്റി നിങ്ങൾ എന്തിനാണ് അസ്മാഉ വസിഫാത്ത് എന്ന് വ്യാഖ്യാനിച്ചത്? എന്തിനാണ്? നിങ്ങളാ വ്യാഖ്യാനിച്ചത്, ഞങ്ങളല്ല. ഇതൊരു പക്ഷേ ഈ സദസ്സിൽ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഈ ലയനത്തിൽ ഉള്ള ആശങ്കയിൽപ്പെട്ട് നടക്കുന്ന മടവൂരിയാളും മറ്റോലൊക്കെ ഉണ്ടല്ലോ, അവർ ഓൺലൈനിലോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടാവും. അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഈ റിജ്ല് യദ് പോലുള്ള അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ, ഉദാഹരണം വയബ്ഖാ വജ്ഹു റബ്ബിക പോലുള്ള വജ്ഹ് പോലുള്ള വാക്കുകളില്ലേ, ആ വാക്കുകളെ പറ്റി നിങ്ങൾ എന്തിനാ? അതൊക്കെ ദാത്തിനെ കുറിക്കുന്ന വാക്കുകളല്ലേ, തടിയെ സംബന്ധിച്ച വാക്കുകളല്ലേ? ആ വാക്കുകളെ സംബന്ധിച്ച് നിങ്ങളത് ഇസ്മും സിഫത്തുമാണ് എന്ന് വ്യാഖ്യാനിച്ചത് എന്തിനാണ്? അങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മടവൂരികൾ അവരുടെ ശബാബിൽ പല സ്ഥലത്തും എഴുതി. അള്ളാഹുവിന്റെ കണങ്കാല് എന്ന് പറഞ്ഞാൽ അത് ഈ കാലല്ല, അത് അള്ളാഹുവിന്റെ അധികാരം എന്ന അർത്ഥത്തിനാണ്. അള്ളാഹു ആകാശത്തിൽ എന്ന് പറഞ്ഞ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ല, അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പല സ്ഥലത്തും ശബാബിൽ കാണാം. പക്ഷേ ഔദ്യോഗികമായി KNM അങ്ങനെ അവിടെ ചങ്ങരംകുളം സോനിയറിലുണ്ട്, അതിന്റെ 100 പേജിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അള്ളാഹ് ആകാശത്തിൽ തന്നെയാണ്. അള്ളാഹ് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആകാശത്തിൽ തന്നെയാണ്. അമാനി മൗലവിയാണ് ഖുർആൻ പരിഭാഷയുടെ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. അതിനെ മടവൂരികള് ശബാബിൽ ഉദ്ധരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നുമുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലയനക്കാരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ തീരുമാനിച്ചത് അള്ളാഹ് ആകാശത്തിലാണ് എന്നാണോ അതോ ആകാശത്തിലല്ല എന്നാണോ? അള്ളാഹ് അർശിന്റെ മേലെയാണ് എന്നാണോ അല്ല എന്നാണോ? അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? കാലുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഊര ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? എന്തേ ഇപ്പം നിങ്ങൾ ലയിച്ചത്? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ചിട്ട് ഞാൻ വാക്കുകൾ നിർത്താം. 2008 മാർച്ച് 21 വിചിന്തനം, ആ വിചിന്തനത്തിൽ ലയനത്തെ സംബന്ധിച്ച് പറഞ്ഞ നിബന്ധന ഒന്നുകൂടി വായിക്കട്ടെ. KNM ഐക്യത്തിന് തയ്യാറാകുന്നില്ല എന്ന് മടവൂർ പക്ഷം കുറ്റപ്പെടുത്താറുണ്ട്. ആദർശപരമാണ് പ്രശ്നം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥാനം വീതം വക്കലിലുള്ള നീക്കുപോക്ക് കൊണ്ട് എങ്ങനെ യോജിപ്പുണ്ടാവാനാണ്? അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇരുകൂട്ടരും നേരത്തെ ധാരണയിലെത്തിയ KJU തീരുമാനത്തെ അവഗണിക്കും വിധം പുസ്തകമിറക്കുകയും മധ്യസ്ഥ തീരുമാനങ്ങൾ വരെ വോട്ടിനിടുകയും ചെയ്യേണ്ടി വരികയും ചെയ്ത സ്ഥിതിക്ക് കണ്ണും ചിമ്മി ഐക്യപ്പെട്ടാൽ പിന്നീട് വലിയ അനൈക്യമുണ്ടാവുകയാവും ഫലം. അതിനാൽ എങ്ങനെ പിളർന്നോ, എന്തിനു പിളർന്നോ എന്ന് പരിശോധിച്ച് പരിഹാരങ്ങൾ തേടിക്കൊണ്ട് വേണം ഐക്യപ്പെടാൻ എന്ന് 2008 മാർച്ച് 21 ഇറങ്ങിയ വിചിന്തനം വാരികയുടെ 6-ാം പേജിൽ പറഞ്ഞ നിബന്ധന കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടത്തി എന്ന് പറയുന്ന ലയന സമ്മേളനത്തിൽ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ? ഈ ലളിതമായ ചോദ്യത്തിന്റെ മറുപടി സമൂഹത്തിന് മുമ്പിൽ മുജാഹിദ് നേതാക്കന്മാർ നൽകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബഹുമാന്യ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തൗഹീദും സലഫി ഐക്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ആദരണീയരായ സഹപ്രവർത്തകരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശബോധമുള്ള എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സമയം നിശ്ചയിച്ചതിലധികം നീണ്ടുപോയിട്ടുണ്ട്. പ്രസക്തമായ കാര്യങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. തൗഹീദും മുജാഹിദ് ലയനവും എന്നതാണല്ലോ നിശ്ചയിക്കപ്പെട്ട വിഷയം. നാം എന്തിനാണ് മുജാഹിദ് ലയനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ നിഷ്പക്ഷമതികൾ ചിന്തിച്ചേക്കാം. ഈ 900 മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു 2 ലയിക്കുകയാണെങ്കിൽ ലയിച്ചോട്ടെ എന്ന് വെച്ചുകൂടെ എന്ന്. നമുക്ക് ലയിക്കുന്നതിലല്ല എതിർപ്പ്, മറിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന് നീണ്ട 14 നൂറ്റാണ്ട് കാലം നിലനിന്ന ഒരു വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം തുടർന്നു പോന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. 1924 മുജാഹിദ് പ്രസ്ഥാനം ഒരു പണ്ഡിത സംഘടന രൂപീകരിച്ചുകൊണ്ട് നാളിതുവരെ നടന്നു വന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തൗഹീദിനെതിരാണ്, ഏകദൈവ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും വളച്ചൊടിച്ച ഉദ്ധരണികൾ സമർത്ഥിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ ഏറെ തെറ്റിദ്ധരിപ്പിച്ചു പോന്നു എന്നതൊരു വസ്തുതയാണ്. ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ
വഴിതെറ്റിയവരായി ചിത്രീകരിക്കാൻ ഉയർത്തിക്കാണിച്ച ഏക പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം, മുസ്ലിം സമൂഹം തൗഹീദിൽ തെറ്റുപറ്റിയവരാണ് എന്നാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന ശേഷം അതിലെ രണ്ട് പ്രബല വിഭാഗങ്ങൾ ഒന്നായി ചേരുമ്പോൾ തീർച്ചയായും ന്യായമായ പ്രസക്തമായ ചില ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഈ മുസ്ലിം സമൂഹത്തെ വീണ്ടും മുശ്രിക്കുകളായി ചിത്രീകരിക്കാനും തൗഹീദ് വിരുദ്ധരായി പ്രചരിപ്പിക്കാനും ആണല്ലോ ഈ ഇരു വിഭാഗവും വീണ്ടും ഒന്നായി ചേർന്നത്. ഒരുപാട് ലയനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ട മുസ്ലിം സംഘടനകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലയനമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള ലയനം. മുസ്ലിം ലീഗ് ഔദ്യോഗിക വിഭാഗവും അഖിലേന്ത്യാ ലീഗ് വിഭാഗവും അവർ ലയിച്ചു ചേർന്നപ്പോൾ അന്ന് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് നടന്ന ലയന സമ്മേളനത്തിൽ ശ്രീ പി സീതി ഹാജി പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്നും എൻ്റെ ശ്രവണപുടങ്ങളിൽ അലയടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ലയിച്ചാൽ മുതരയും എണ്ണിക്കാമ്പും വെച്ചതുപോലെ ആകൂല, ഞങ്ങൾ ഒന്നായി ലയിച്ചു ചേരുന്ന വിധത്തിലുള്ള ഐക്യമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും നടത്തി 2 പത്രങ്ങളുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. ഒന്ന് ഔദ്യോഗിക വിഭാഗത്തിന് ചന്ദ്രിക അവരുടെ കയ്യിൽ തന്നെ, മറുവിഭാഗം ലീഗ് ടൈംസ് എന്നൊരു ദിനപത്രം ആരംഭിച്ചു. പക്ഷേ ലയനത്തിൻ്റെ ഭാഗമായി 2 പത്രങ്ങൾ നിർത്തി ഒരു പത്രം ചന്ദ്രിക തുടരാൻ തീരുമാനിച്ചു. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർത്ത് ആദർശപരമായി ഒന്നായി ചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ലയിച്ചത്. അതിവിടെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ലയിക്കുമ്പോൾ ആദർശപരമായ വിഷയം ഇരിക്കട്ടെ, ദിനപത്രത്തിൻ്റെ കാര്യം ഇരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം 2ആയ ശേഷം തുടങ്ങിയ ഒരു വാരിക പോലും ഇവർ നിർത്തിവച്ചിട്ടില്ലല്ലോ. ഔദ്യോഗിക വിഭാഗം നടത്തിയിരുന്ന വാരികക്ക് മാസികകളും പത്രങ്ങളും ഒക്കെ ഇരിക്കട്ടെ, വാരിക പോലും നിർത്തിവെക്കാതെ രാഷ്ട്രീയ കക്ഷികൾ സാധാരണ ലയിക്കാറുള്ളത് പോലെ ഒരു ലയന സമ്മേളനം, അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മടവൂർ വിഭാഗത്തിൻ്റെ വാരിക ശബാബ് വളരെ കൃത്യമായി ഔദ്യോഗിക വിഭാഗത്തെ വീണ്ടും മുശ്രിക്കുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ലക്കം വാരികയിൽ എഴുതിയിട്ടുണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല, ശേഷം സമയമുണ്ടെങ്കിൽ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചപ്പോൾ അവർക്കിടയിൽ ഏറെ ശൈഥില്യമുണ്ടാക്കിയ, ഏറെ അപകടകരമായ ഭിന്നതകളിലേക്ക് നയിച്ച പുതിയ പുതിയ ചേരിതിരിവുകൾ സൃഷ്ടിച്ച വിഷയം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ വചനവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലമായി പറഞ്ഞു വരുന്ന ഒരർത്ഥമുണ്ട്. അദൃശ്യമായ നിലയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. മറഞ്ഞ വഴിയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അഭൗതികമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ഇതൊക്കെ ഒന്നാ, ഇങ്ങനെയൊക്കെ പറയവർ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നവർ പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ മർമ്മം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ വഴിക്ക് അള്ളാഹുവിൽ നിന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉയർന്ന പലരിൽ നിന്നും ചില സഹായങ്ങൾ ലഭ്യമാകും എന്ന വിശ്വാസം നിലനിർത്തിയതിൻ്റെ പേരിൽ സുന്നി വിഭാഗത്തെ മുശ്രിക്കുകളുടെ, ബഹുദൈവ വിശ്വാസികളുടെ ഗണത്തിലേക്ക് ചാർത്താനും തള്ളി മാറ്റാനുമായിരുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് അള്ളാഹു മാത്രമേ ഉപകാരം ചെയ്യാൻ കഴിയുള്ളൂ. സുന്നികൾ മറഞ്ഞ വഴിക്ക് അല്ലല്ലാത്ത ആൾക്കാരൊന്നും ഗുണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സുന്നികൾ അല്ലല്ലാത്ത ആളെ ദൈവമാക്കി. അപ്പോൾ സുന്നി മുശ്രിക്ക് വളരെ പ്രകട. സത്യത്തിൽ സുന്നത്ത് ജമാഅത്ത് ഈ ഒരാശയം വെറുതെ ഉന്നയിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ മഹാത്മാക്കളായ അംബിയ ഔലിയാക്കളിൽ നിന്ന്, വിശുദ്ധാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഇടപെടലുകളും ഉപകാരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് എന്നത് സാർവത്രികമായി നടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അഭിവന്ദനായ ശൈഖുന ശംസുലമ ഇ കെ ഉസ്താദ്
വഫാത്തായത് നമ്മുടെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം വഫാത്തായതൊരു തിങ്കളാഴ്ച രാവാ. ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രാവ് ബറക്കത്തുള്ള രാവാ. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിരിക്കുന്നത് അന്ന് വഫാത്താകൽ പ്രത്യേക ബറക്കത്താ. അന്ന് ശംസുലമയുടെ ചാരത്ത് ഫാത്തിമ ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്ന ശംസുലമയുടെ ഓരോ സെക്കൻഡുകൾക്കും ഒപ്പത്തിനൊപ്പം കഴിയുന്ന ഏതാനും ആളുകളുണ്ടായിരുന്നു ആ മരണസമയം വരെ. അതിൽ ഒരാളെന്നോട് പറഞ്ഞതാണ്, ഞാൻ ഏകദേശം രാത്രി 2 മണി വരെ നിന്ന് ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഇന്ന ഒരു മഹാൻ എന്നോട് പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ച രാവാണ്, നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങുന്നത് ശരിയല്ല, നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോകണം. അദ്ദേഹം തിരിച്ചു വന്നേക്കുമ്പോഴേക്കും മഹാനവറുകൾ വഫാത്തായി എന്നത് ഒരു വസ്തുത അദ്ദേഹം ഈ അടുത്ത ദിവസം എന്നോട് അനുസ്മരിച്ചത്. മറഞ്ഞ വഴിക്ക് ഇടപെടുക എന്നത് ഇവിടെ സാർവത്രികമായി മഹാത്മാക്കൾ നടന്നു വരുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. മഹാത്മാക്കൾ ജീവിതകാലത്തും മരണാനന്തരവും ഈ മറഞ്ഞ വഴിക്ക് ഇടപെടുന്നുണ്ട്, ഉപകാരം ചെയ്യുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ സംഭവമാണല്ലോ, സ്വഹീഹായ സംഭവമാണല്ലോ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നഹാവന്ത് എന്ന പ്രദേശത്തേക്ക് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. യുദ്ധസംഘത്തെ നിയോഗിച്ച് അവർ യുദ്ധസംഘം പോയി ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ പോലെ വാർത്താവിനിമയ ബന്ധങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ഒരു വിവരവും ലഭ്യമല്ല. ഒരു വെള്ളിയാഴ്ച ദിവസം ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുത്ബ നടത്തുകയാണ്. ഖുത്ബക്കിടയിൽ സാരിയ അൽ ജബൽ സാരിയ പർവ്വതത്തിന്റെ ഭാഗം ശ്രദ്ധിക്കണം. സാലിയ റളിയല്ലാഹു അൻഹു പർവ്വതത്തിന്റെ ആ പ്രത്യേക ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ശത്രുക്കൾ ആ വഴിക്കാണ് കടന്നാക്രമണം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരത് വഴി യുദ്ധം വിജയിച്ചു. സഹാബത്തിനൊന്നും മനസ്സിലായില്ല എന്താ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്. പിന്നീട് സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി അമീറുൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവர்களോട് കാര്യം വിശദീകരിച്ചപ്പോൾ, നിങ്ങളുടെ നിർദ്ദേശം കിട്ടിയ സമയത്ത് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോകുമായിരുന്നുവെന്ന യാഥാർത്ഥ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി മറഞ്ഞ വഴിക്ക് മഹാത്മാക്കൾക്ക് ഇടപെടാൻ കഴിയുമെന്ന നൂറുകണക്കിന് സംഭവ ചരിത്രങ്ങളിൽ ഒരു സംഭവം മാത്രമാണ്. ഞാൻ അത്തരം ചരിത്രങ്ങൾ ധാരാളം കിതാബുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കുറ്റമറ്റ പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സമയത്തു ഷാഫിഈയായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. റാവി ഉദ്ധരിക്കുന്നു, ഇതാ അറദ്തുലി ഹാജ, എൻ്റെ ജീവിതത്തിലേക്ക് മുഖ്യമായൊരു പ്രശ്നം വന്നാൽ സല്ലൈതു റക്അത്തൈൻ, ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് വജിഇതു ഇലാ ഖബ്രി അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ വരും. വസഅൽതുല്ലാഹൽ ഹാജ ഇൻദഹു, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് റബ്ബിനോട് ഞാൻ എൻ്റെ ആവശ്യം സമർപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്താൽ ഫമാ യബുദു അന്നി ഹത്താ തുഖ്ലാ, സമയം ദീർഘമാകൂല, അപ്പോഴേക്കും എൻ്റെ കാര്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എന്താ ഇമാം ഷാഫി തങ്ങളെ ഖബറിങ്ങ പോയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ കാര്യം വേഗം നടക്കുന്നത്? മഹാത്മാക്കൾ അവരുടെ ലോകത്ത് വച്ച്, അഭൗതികമായ ലോകത്ത് വച്ച്, മറഞ്ഞ ലോകത്ത് വച്ച്, ബർസഖിയ ലോകത്ത് വച്ച് ഇവിടെ ഇടപെടുന്നു എന്നത് വസ്തുതാപരമായ ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. ചരിത്ര പ്രസിദ്ധമായ 1933 നാദാപുരം സംവാദത്തിൽ മഹാനായ ഫത്താവ റംലി, ഇമാം റംലിയുടെ ഫത്താവയിൽ ഈ വിഷയത്തെക്കുറിച്ച് മരണാനന്തരം മഹാത്മാക്കളുടെ കറാമത്തുകളും മുഅ്ജിസത്തുകളും ഈ അത്ഭുതങ്ങൾ പ്രകടമാവുകയോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത് ചർച്ച ചെയ്തപ്പോൾ വഹാബി പ്രസ്ഥാനം പറയുന്നു, മരിച്ചാൽ മഹാത്മാക്കൾക്ക് ഇടപെടാൻ കഴിയില്ല, കറാമത്തില്ല, മുഅ്ജിസത്തില്ല. മഹാനായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ ആയിരുന്നു അന്ന് ഈ സുന്നത്ത് ജമാഅത്ത് നായകത്വം നൽകിയ മഹാന്മാർ. നമ്മുടെ ഒട്ടനവധി പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി. ഇപ്പം തൊട്ടടുത്ത് അഭിവന്ദരായ സൈനുൽമാ ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് ആവേശം പകർന്ന നായകത്വം നൽകിയിരുന്ന ബഹുമാന്യനായ കാളമ്പാടി ഉസ്താദ്, ബഹുമാന്യനായ കോയക്കുട്ടി ഉസ്താദ്, ഇപ്പം ഏറ്റവും അവസാനം കുമരംപുത്തൂർ ഉസ്താദ്, ഇവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയി. അള്ളാഹു നമ്മുടെ മഹാത്മാക്കൾക്ക് മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ട ആളുകൾക്കും, പ്രത്യേകിച്ച് അഭിവന്ദനായ സഹപ്രവർത്തകൻ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ,
അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വന്യരായ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ നഈമിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പിതാവിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാനായ ഇമാം ഷാഫി തങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ നിലയിൽ മഹാത്മാക്കളിൽ നിന്ന് ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സത്യം. ഈ സത്യം സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചതിൻ്റെ പേരിൽ സുന്നി ജനകോടികളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാനായിരുന്നു ഈ വിഷയം അവർ ഉന്നയിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അദൃശ്യമായ നിലയ്ക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ അല്ലാഹ്ക്കേ കഴിയുന്നതാണ് തൗഹീദിൻ്റെ വചനത്തിന്. അതങ്ങനെ വിശ്വസിച്ചോളണമെന്ന്. അങ്ങനെ വിശ്വസിച്ചാൽ മഹാത്മാക്കൾ കഴിയില്ല എന്ന് വെക്കണമല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം അവർ ഉന്നയിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം നിരന്തരം അവരെ ചോദ്യം ചെയ്തു. ഈ നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ വചനമല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശ, തങ്ങൾ പഠിപ്പിച്ചിട്ട് നീണ്ട 13 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായ ഈ പുതിയ അർത്ഥം, ഈ പുതിയ നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഖുർആനിൽ കാണിക്കാമോ? ഹദീസിൽ കാണിക്കാമോ? പ്രാമാണികരായ വ്യാഖ്യാതാക്കളുടെ പിൻബലത്തോടെ ഒരു ഉദ്ധരണി കാണിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഈ 1935 അന്തരിച്ച റഷീദ് റിള എന്ന പാശ്ചാത്യരുടെ ഏജന്റാണ് ഇങ്ങനെ ഒരു നിർവചനം ലോക ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു വച്ചത്. ഈ പറഞ്ഞു വച്ച നിർവചനത്തെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ കൃത്രിമമായ നിർവചനം ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമിക വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കും. അത് നിലനിൽക്കില്ല എന്നൊരു വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചോദിച്ചു, ശരി എങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളോട് ചോദിച്ചു, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമോ ഉപദ്രവം ചെയ്യുമോ? ജിന്നുകൾക്ക് സാധിക്കുമോ? എന്താ ജിന്നിനെ കാണുന്നുട്ടോ? കൃത്യമായി വസ്തുതകളുടെ പിൻബലത്തോടുകൂടി നമ്മൾ ചോദിച്ചു. നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ ചോദിച്ചു. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി സൂറത്തു സബ 13 നമ്പർ ആയത്തിൽ പറയുന്നുണ്ട്, വളരെ വ്യക്തമായി ജിന്നുകൾ വലിയ വലിയ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ് വതമാസീൽ വജിഫാനിൻ കൽ ജവാബ് വഖുദൂരിർ റാസിയാത്ത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി ജിന്നുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, വലിയ വലിയ ശില്പങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, വലിയ വലിയ തളികകൾ എന്ന് പറയുമ്പോൾ വലിയ തടാകങ്ങൾ പോലെയുള്ള ഹൗദുകൾ പോലുള്ള വൻ തളികകൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, വലിയ വലിയ ചെമ്പിന്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇളക്കാൻ സാധിക്കാത്ത റാസിയാത്ത് വലിയ ചെമ്പ് പാത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ പോകുന്നത്, പ്രവർത്തനം കാണാൻ കഴിയുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പം മറഞ്ഞ വഴിക്ക് ജിന്നുകൾ ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുശ്രിക്കാകുമോ? മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? അടുത്ത ചോദ്യം ചോദിച്ചു. എന്തേ? ബദർ യുദ്ധത്തിലെ സംഭവം ഇസ്ലാമിക ലോകത്ത് പരക്കെ അറിയപ്പെട്ട ഖുർആൻ പറഞ്ഞതാ. ബദർ യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തെ രക്ഷിക്കാനായി അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് ശത്രുക്കളോട് പടവെട്ടിയ ആയിരക്കണക്കിന് മലക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലാ പറയണത്, ഹദീസിലാ പറയുന്നത്. ഞങ്ങളിങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളൊരാളെ വെട്ടാൻ പോകുമ്പോൾ തല അരിഞ്ഞു വീഴ്ത്തപ്പെട്ടിരിക്കും, ആരും വെട്ടിയിട്ടുണ്ടാവില്ല, മലക്ക് വെട്ടിയതാണ്. മലക്കുകൾക്ക് ഇടപെടാൻ കഴിയില്ലേ ഭൗതിക ലോകത്ത്? ഈ സത്യം വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? അടുത്ത ചോദ്യം നമ്മുടെ ആളുകൾ ചോദിച്ചു. പിശാച്ചിന് അഭൗതികമായി മറഞ്ഞ വഴിക്ക് ഇടപെടാൻ കഴിയില്ലേ? പിശാച്ച് ഉപദ്രവിക്കുമെന്ന സംഭവം ഖുർആനിലും ഹദീസിലും എത്രയാണ് പറഞ്ഞത്? ഏത് മുസ്ലിം നിഷേധിക്കാൻ സാധിക്കുക? എത്രത്തോളം വെച്ചാൽ സൂറത്തു നാസിൽ പോലും പറഞ്ഞു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യ മനസ്സുകൾ ദുർബോധനം ചെയ്യുന്നത് പിശാച്ചാണ്. നമുക്ക് പിശാച്ചിനെ കാണാൻ കഴിയില്ല. പിശാച്ച് ഭൗതികമല്ല, പിശാച്ച് തെളിഞ്ഞതല്ല, പിശാച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമല്ല, ഒരു മറഞ്ഞ വസ്തുവാണ്. പിശാച്ചിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. പിശാച്ച് മറഞ്ഞ വഴിക്ക് ഇടപെടുന്നില്ലേ? ഇത് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ
ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും പിളർന്ന് കഷ്ണങ്ങളായി ശിഥിലമായി പോയത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം മറുപടി പറഞ്ഞു. സാധാരണക്കാരല്ല പറഞ്ഞത്, ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതനായിരുന്ന അവരുടെ ഫത്വ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരെ ഫത്വ കമ്മിറ്റി ഉൾക്കൊള്ളൂല. നമ്മുടെ മുഷാവറ 40 മഹാപണ്ഡിതന്മാരാണ്, അതിൽ 5 പേരാണ് ഫത്വ കമ്മിറ്റി അംഗങ്ങൾ. ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയിലെ ഫത്വ കമ്മിറ്റിയിലെ ഉന്നത മെമ്പറായ അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് വിശദീകരണം നൽകി. ജിന്ന് മറഞ്ഞ വസ്തുവല്ല, മലക്ക് മറഞ്ഞ വസ്തുവല്ല, പിശാച്ച് മറഞ്ഞ വസ്തുവല്ല. ഇതൊക്കെ നമുക്കിടയിൽ ജീവിക്കുന്ന ഭൗതിക ജീവികളാണ്. അതുകൊണ്ട് അവയോട് സഹായം ചോദിച്ചാൽ ശിർക്കാകില്ല എന്ന കൃത്യമായ വാദം ഉന്നയിച്ചു. ഈ കൃത്യമായ വാദം ഉന്നയിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് പുറത്തുപോയി അത് അംഗീകരിക്കൂല, യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ അപകടകരമാണ് ആ വാദം എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ പോലും വിശദീകരണത്തിൽ പോലും ഇരു വിഭാഗവും മാറ്റം വരുത്തി. പ്രാർത്ഥന എന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ഗുണവും ദോഷവും ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് സഹായം തേടലാണ് പ്രാർത്ഥന. മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യന്മാർക്ക് അല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവിനപ്പുറം സഹായം ചോദിക്കലൊക്കെ അഭൗതിക. ആ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടുള്ള സഹായാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ മറുവിഭാഗം തിരുത്തി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, മനുഷ്യ കഴിവിന് അതീതമായത് ചോദിക്കലൊക്കെ പ്രാർത്ഥനയാകൂല. ജിന്നിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത, ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകില്ല, പ്രാർത്ഥനയാകില്ല. മലക്കിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത, മലക്കിനോട് സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല. പിശാചിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത, പിശാചിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല, ശിർക്കാകില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെ വിശദീകരിക്കപ്പെടണം, മനുഷ്യ കഴിവിന് അതീതമെന്നതിന് പകരം എല്ലാ സൃഷ്ടികളുടെയും കഴിവിന് അതീതമായ കാര്യങ്ങൾ സഹായം തേടലാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും പിശാചിൻ്റെയും മലക്കിൻ്റെയും കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. ഇവരോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ലയിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീർപ്പ് കൽപ്പിച്ചു? ഇവിടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാശയക്കുഴപ്പം, ഞങ്ങൾ ആശയക്കുഴപ്പം, സാധാരണക്കാരെ ആശയക്കുഴപ്പം തീർക്കാൻ ബാധ്യതയുണ്ട്. വാട്സപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരം ഈ ടെക്സ്റ്റുകളിൽ കാണുന്നത് ഈ വിഷയമാണ്. ഏതാണ് സ്വീകരിച്ചത്? ഇതുവരെ പറഞ്ഞ നിലപാടനുസരിച്ച് ഒരു വിഭാഗം, ഔദ്യോഗിക വിഭാഗം, മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ ജിന്നിനും സാധിക്കും, മലക്കിനും സാധിക്കും, പിശാചിനും സാധിക്കും, ഉപകാരം ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിച്ചത്. മടവൂർ വിഭാഗം കൃത്യമായി വിശ്വസിക്കുന്നതും പറയുന്നതും മറഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ജിന്നിന് കഴിയില്ല, പിശാചിന് കഴിയില്ല, മലക്കിന് കഴിയില്ല. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന്. അപ്പൊ ഔദ്യോഗിക വിഭാഗം മുശ്രിക്കുകൾ, മടവൂർ വിഭാഗം തൗഹീദുകാർ. അപ്പൊ എന്താ മുസ്ലിം മുശ്രിക്ക് ഐക്യ? ഞങ്ങളെ സംശയം ന്യായമല്ലേ? മുസ്ലിം മുശ്രിക്ക് ഐക്യമാണോ നടന്നത്? അല്ല, മുസ്ലിം മുശ്രിക്ക് ഐക്യമല്ല നടന്നത്. ഞങ്ങൾ മടവൂർ വിഭാഗത്തിന്റെ ലൈനിലേക്ക് പോയി എന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ വാദമെങ്കിൽ കൃത്യമായ ഒരു സംശയം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ചെയ്തത് ശിർക്കല്ലേ? ഇല്ല, ജിന്നിൽ നിന്നും മലക്കിൽ നിന്നും പിശാചിൽ നിന്നും മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും കിട്ടുമെന്ന വിശ്വാസം ഇത്രയും കാലം വെച്ചു പുലർത്തിയത് ശിർക്കല്ലേ? ശിർക്കാണ്. ഷിർക്കാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കായില്ലേ? മുശ്രിക്കായി മുർത്തദ്ദായില്ലേ? മുർത്തദ്ദായി. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ നിങ്ങൾ തൗഹീദിന് വേണ്ടി പുതിയ തൗഹീദിലേക്ക് വരണമെങ്കിൽ കലിമ ചൊല്ലണ്ടേ? നിങ്ങളെ ഈ കടപ്പുറത്ത് സമ്മേളനം കൂടിയാൽ മതിയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ജനാവലിയെ ഒരുമിച്ച് ആദ്യം വിളിച്ചു കൂട്ടുന്ന ലയന സമ്മേളനം അവിടെ നിൽക്കട്ടെ. മാന്യ മഹാജനങ്ങളെ, ഞങ്ങൾ ലയിക്കാൻ തീരുമാനിച്ചിട്ട് നേതൃത്വം നമ്മൾ ഇത്രയും കാലം പ്രബോധനം ചെയ്ത തൗഹീദിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ജിന്നിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നു വിശ്വസിച്ചിരുന്നു. മലക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ശൈത്താൻ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ അപകടകരമായ വിശ്വാസമായിരുന്നു, ശിർക്കായിരുന്നു. മരിച്ചവരെ കാര്യം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, അവർ നരകത്തിലേക്ക് പോകട്ടെ ശാശ്വതമായി. പക്ഷെ ജീവിച്ചിരിക്കുന്ന തൗഹീദിന്റെ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, നിങ്ങൾ ആ തൗഹീദിന്റെ മാർഗത്തിലേക്ക് വരണം. അതിന് നമുക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന്. എന്താ നടപടിക്രമങ്ങൾ? മുർത്തദ്ദായ പിന്നെ എങ്ങനെ ഇസ്ലാമിലേക്ക് വരാം? അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. ഫത്ഹുൽ മുഈൻ ഞങ്ങളുടെ കുട്ടികൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മുർത്തദ്ദായാൽ വീണ്ടും തൗഹീദിലേക്ക് എങ്ങനെ വരേണ്ടതെന്നോ കേട്ടോ. കിതാബിന്റെ ഇബാറത്ത് പറയുന്നത് വലാ ബുദ്ദ ഫിൽ ഇന്നമാ യഹ്സുലു ഇസ്ലാമു കുല്ലി കാഫിർ അസ്ലി. ഏത് കാഫറും, അസ്ലി ഒറിജിനൽ കാഫർ മുസ്ലിം ആകണമെങ്കിൽ
ആ മുർത്തദിന്റെ അല്ലെങ്കിൽ ആദ്യ മുസ്ലിമാ പിന്നെ മുശ്രിക്കായി മുർത്തദായി അങ്ങനെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അനിവാര്യമായും ബിത്തലഫ്ഫുദ് ബിശഹാദത്തൈനി 2 ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. മിനൻ നാതിഖി ഉച്ചരിക്കാൻ കഴിയുന്നവരിൽ നിന്ന്. ഇതാണ് ഫത്ഹുൽ മുഈൻ 4-ാം വാല്യം 139-ാം പേജിൽ പറഞ്ഞത്. ആധികാരികമായ തുഹ്ഫയിൽ പറഞ്ഞത് വലാബുദ്ദ ഫിൽ ഇസ്ലാം, മുസ്ലിം ആകണമെങ്കിൽ അനിവാര്യമാണ് അനുപേക്ഷണീയമാണ്. വഫിൻ നജാത്തി മിനൽ ഖുലൂദി ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായി വസിക്കുന്ന രക്ഷപ്പെടണമെങ്കിലും അനിവാര്യമാണ്. കമാ ഹുക്കിയ അലൈഹിൽ ഇജ്മാഉ, ഇജ്മാഉ സ്ഥിരപ്പെട്ടതുപോലെ ഫീ ശർഹി മുസ്ലിം മിന തലഫ്ഫുദ് ബിശഹാദത്തൈനി, 2 ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഷഹാദത്ത് കലിമ ഉച്ചരിക്കൽ ക്യാമ്പയിൻ ആദ്യം 3 മാസം നടത്തട്ടെ, എന്നിട്ടല്ലേ ലയനം. ആദ്യം ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനമോ നിങ്ങളെ സാധാരണക്കാരായ ഈ പ്രവർത്തകന്മാരെ നിങ്ങൾ അപകടത്തിൽപ്പെടുത്താൻ പാടില്ല. മുശ്രിക്കായി മരിച്ചുപോയാൽ ശാശ്വതമായി നരകത്തിലേക്കാ തിരുത്താൻ നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഈ ആളുകളെ കൊണ്ട് കലിമ ചൊല്ലിച്ച ശേഷമാണ് നിങ്ങൾ ലയന സമ്മേളനം കടപ്പുറത്ത് നടത്തേണ്ടത്. ആൾക്കാർ മോമിനായി വരട്ടെ അല്ലേ? നിങ്ങളിതൊക്കെ അംഗീകരിച്ചെങ്കിൽ. അല്ല, നിങ്ങളത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, മറ്റൊരു സംശയം, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മടവൂർ വിഭാഗത്തിൻ്റെ വാരികയിൽ ഈ ലക്കത്തിൽ വന്നു കഴിഞ്ഞു. ഐക്യസമ്മേളനം നടത്തിയ നിങ്ങൾ ഒന്നാമല്ലേ മനസ്സിലാക്കേണ്ടത്? എന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി ഇതാ മടവൂർ വിഭാഗത്തിന്റെ വാരിക നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞാലും ഇത് അവരവരുടെ ലൈൻ കൃത്യമായി എഴുതിയിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന സത്യമാണ്. അഷ്റഫുൽ ഹൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്തു. ജൂതൻ സിഹിർ ചെയ്ത സിഹിറിന്റെ പിന്നിൽ ആരാ? ഷെയ്ത്താന് മറിഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന മടവൂർ വിഭാഗം പറയണത്. അവരാ ലൈൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കി, ഔദ്യോഗിക വിഭാഗക്കാർ വായിച്ചു നോക്കി. അവരുടെ ഈ ലക്കം ഷബാബിന്റെ വാരികയിലെ ഒരു ലൈൻ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മദീനയിൽ ഒരു ജൂതൻ സിഹിർ ചെയ്തോ, തങ്ങളെ കുറിച്ചായി പറഞ്ഞത്, മാധ്യമമില്ലാതെ മറ്റു നിലക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടൽ ഷിർക്കാണ്. 23/12/16 ഷബാബ് വാരിക കൃത്യമായി 2 കാര്യങ്ങളാണ് സ്ഥാപിച്ചെടുത്തത്. ഒന്ന്, ഞങ്ങളുടെ ലൈനാണ് മുജാഹിദ് അംഗീകരിക്കേണ്ടത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷിഹ്ർ ചെയ്തു എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകൾ ബുദ്ധിക്ക് നിരക്കില്ലെങ്കിൽ തള്ളിക്കളയണമെന്ന ഞങ്ങളുടെ ലൈനാണ് മുജാഹിദ് സ്വീകരിച്ചിരിക്കുന്നത് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇത് മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനല്ലാതെ പിശാചിന് സിഹിർ വഴി ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന ലൈനാണ് തൗഹീദിന്റെ ലൈൻ സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട്? അപകടകരമായ ലൈനിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വസ്തുതാപരമായി ഈ യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമെന്നത് വസ്തുതയാണ്. ഖുർആൻ എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫദൂനഹു മിൻ അംറില്ലാഹ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി മലക്കുകളുടെ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടിരിക്കുക. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, മുന്നിലും പിന്നിലും മലക്കുകളാ. യഹ്ഫദൂനഹു മിൻ അംറില്ലാഹ്, മനുഷ്യനെ ഉറക്കിലും ഉണർച്ചയിലും കാത്തുരക്ഷിക്കുന്ന അള്ളാന്റെ നിർദ്ദേശമനുസരിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് 11-ാം പ്രായത്തിൽ ഇല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് കൃത്യമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജിന്ന് ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്നാണോ ഇല്ല എന്നാണോ വിശ്വാസം? മലക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്നാണോ ഇല്ലെന്നാണോ വിശ്വാസം? ഷൈത്താൻ ഉപകാരവും ചെയ്യും ഉപദ്രവവും ചെയ്യും എന്നാണോ വിശ്വാസം? സിഹിർ ഫലിക്കും, അവിടെ പിശാച് ഇടപെടുന്നത് ഫലിക്കുമെന്നാണോ വിശ്വാസം? ഫലിക്കൂല എന്നാണോ വിശ്വാസം? മറഞ്ഞ വഴിക്ക് ജിന്നും മലക്കും അദൃശ്യകാര്യം അറിയുമെന്നാണോ വിശ്വാസം? അറിയില്ല എന്നാണോ വിശ്വാസം? പ്രാർത്ഥനയുടെ നിർവചനം മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിക്കൽ എന്നാണോ? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യം ചോദിക്കൽ എന്നാണോ വിശ്വാസം? ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ മടവൂർ വിഭാഗത്തിന്റെ മാനദണ്ഡം ബുദ്ധിക്ക് നിരക്കാത്ത ബുഖാരിയുടെ ഹദീസുകൾ പോലും തള്ളിക്കളയുക എന്ന നിലപാടാണോ സ്വീകാര്യം? അതല്ല ഇസ്ലാമിക ലോകത്തിന്റെ നിലപാടാണോ സ്വീകാര്യം? ഖുർആനും സുന്നത്തിനും സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കണമെന്ന ലൈനാണോ സ്വീകാര്യം? അതോ മടവൂർ വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നതാണോ നിങ്ങളുടെ വിശ്വാസം?
ഇത്തരം വിശ്വാസങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഇനി തൗഹീദ് പറയുന്നതിന് മുമ്പ്, പാവപ്പെട്ട സുന്നി ജനകോടികളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നതിന് മുമ്പ്, ഇത് ജനസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാതെ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പഴയ പരിപാടി നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച്